കഥ തുടരുന്നു. തൻ്റെ അന്തർധാനത്തെക്കുറിച്ച് വിചിത്രമായ കഥയുണ്ടാക്കി പറഞ്ഞതിൻ്റെ പിറ്റേന്ന് ഉച്ച സമയത്ത് രത്നമേഖല പരിമളത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. പരിമളത്തിൻ്റെ വീട്ടകം തണുത്തും ഇരുണ്ടും കിടക്കുകയായിരുന്നു. നോക്കുന്നിടത്തെല്ലാം സ്റ്റീൽ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങിയിരിക്കുന്നു. മരതകം തുന്നൽ പണികൾ ചെയ്ത മേശവിരിക്ക് മേലെ മുരുകനും ഗണപതിയും മധുര മീനാക്ഷിയും ഇരുന്ന് കരുണയോടെ നോക്കുന്നു. സ്റ്റീൽ തട്ടിൽ വെള്ളിവിളക്കും വെള്ളി കൊണ്ടുള്ള കുഞ്ഞു പൂജാപാത്രങ്ങളും അതിനടുത്ത് വാഴയിലയിൽ പൊതിഞ്ഞ് വെള്ളം തെളിച്ചു വെച്ചിരിക്കുന്ന പൂമുട്ടുകൾ ഹൃദ്യമായൊരു സുഗന്ധം പരത്തുന്നുണ്ട്. വൈകുന്നേരം കോർക്കാനുള്ളതാവും. മരതകത്തിന് സന്ധ്യകളിൽ കോളനിയിലെ സ്ഥിരം കസ്റ്റമർമാരുണ്ട്. പൂവും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ജോലിക്കാർ, ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിനെ കാത്ത് പൂച്ചൂടി നിൽക്കുന്ന സ്ത്രീകൾ. ചിലർക്ക് ജീവിതം എത്ര സുന്ദരമാണെന്ന് രത്നമേഖലയ്ക്ക് അവരെ കാണുമ്പോൾ തോന്നും. വാസനിച്ചും വാസനിപ്പിച്ചും അവർക്കതിനെ എപ്പോഴും സുഗന്ധമുള്ളതാക്കാനും പറ്റുന്നു. തന്നെ പോലെ ചിലർക്ക് കരിഞ്ഞും കെട്ടും പോയ പൂക്കളുടെ ഗന്ധമാണ് ജീവിതത്തെ പൊതിഞ്ഞിരിക്കുന്നത്. പരിമള നിലത്ത് വെച്ച സ്റ്റൗവിനരികിലിരുന്ന് എന്തോ ജോലിയിലായിരുന്നു. രത്നമേഖലയെ തൻ്റെ അടുത്ത് കണ്ട് അവൾ ഞെട്ടിപ്പോയി. അടുക്കളയും സ്റ്റീൽ പാത്രങ്ങളും അടുക്കിയ പ്രദർശനശാല പോലെ തിളങ്ങി. കായത്തിൻ്റെ മണം വലിച്ചെടുത്തുകൊണ്ട് രത്നമേഖല നീ എന്താ ഉണ്ടാക്കുന്നതെന്ന് അന്വേഷിച്ചു. വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഉണക്കിയ മാങ്ങാ കഷ്ണങ്ങൾ അച്ചാറാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവൾ. ജ്ഞാനശേഖരന് ഡ്യൂട്ടിയാണ്. മരതകം പക്കത്തു വീട്ടിൽ ആരുടെയും കൂടെ അവർക്ക് തുണയായി റെയിൽവേ ആശുപത്രിയിൽ പോയിരിക്കുന്നു. മാങ്ങ ഊറുകായ് നല്ല രുചിയായിരിക്കും. ഉപ്പിൽ കുതിർത്ത് വെയിൽ കുടിച്ച് കട്ടിയായ മാങ്ങ മുളക് ചാറിലും കായത്തിലും മയപ്പെട്ട് കഴിഞ്ഞാൽ വളരെ രുചികരമാണ്. ചില്ലിക്കുപ്പിയിലാക്കി വീണ്ടും വെയിലത്ത് വെച്ച് ഒന്നുകൂടെ വാട്ടിയെടുക്കണം. ശാപ്പാടിന് വേറൊന്നും വേണ്ട. വെയിലത്തിരുന്നാൽ മാങ്ങ മാത്രമല്ല നീയും വാടിക്കോളും എന്നു കളിയാക്കിക്കൊണ്ട് രത്ന ചുറ്റും നോക്കി അവളോട് പറഞ്ഞു. ഇതുവരെ ഇതിനകത്ത് വന്നിട്ടില്ല. അർദ്ധനാരീശ്വരനെ പോലെ ആ വീടിൻ്റെ മറുപകുതിയാണിത്. ഒരു കാലെടുത്ത് നീട്ടിവെച്ചാൽ നിന്റെ വരാന്തയിലെത്തി. എന്നിട്ടും നീ എല്ലാം എത്ര ഭംഗിയും വൃത്തിയും വെച്ചിരിക്കുന്നു. ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നല്ലോ. എന്താ ഇതിൻ്റെ മാജിക്ക്? അതൊക്കെ ഉപയോഗിക്കാത്തവയാണെന്നും പല കാലത്തായി മാമിയാർ വാങ്ങിക്കൂട്ടിയതാണെന്നും പരിമളം പറഞ്ഞില്ല. തൻ്റെ വീട്ടിൽ നിന്ന് വരദക്ഷിണയായി കൊണ്ടുവന്നവയും അക്കൂട്ടത്തിലുണ്ട്. ഇടയ്ക്കിടെ എടുത്തു പൊടി തുറച്ചും സോപ്പ് വെള്ളത്തിൽ കഴുകി ഉണക്കിയും മാമിയാർ എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നോ എപ്പോഴെങ്കിലും ഇതെല്ലാം ഉപയോഗിക്കുമോ എന്നൊന്നും പരിമളത്തിനറിയില്ല. ഇപ്പോഴും മാമിയാർക്ക് പാത്രച്ചിട്ടികളുണ്ട്. ഇനിയും സ്റ്റീൽ പാത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എത്ര കാലമായി മിണ്ടാതായിട്ടല്ലേ? 3 വർഷങ്ങൾ. എന്നും കാണുന്നുണ്ടായിരുന്നു. എന്നിട്ടും സുഖമാണോ നന്നായിരിക്കുന്നോ എന്ന് പോലും പരസ്പരം അന്വേഷിച്ചിട്ടില്ല. ഞാൻ നോക്കുമ്പോഴൊക്കെ നീ നിൻ്റെ വറ്റലുകളിലേക്ക് നോട്ടം മാറ്റി. രത്നമേഖല വിഷാദത്തോടെ പറഞ്ഞു. പരിമളത്തിന് തിരിച്ചും പരിഭവിക്കാമായിരുന്നു. ഒരിക്കൽ പോലും രത്നം തന്നോടും മിണ്ടാൻ ശ്രമിച്ചിട്ടില്ല. നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാം, ആരും കാണാത്തിടത്തേക്ക് എന്ന് രത്നം പറഞ്ഞ പഴയൊരു ദിവസത്തെക്കുറിച്ച് അവൾ എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു. അന്നു പരിമളം അത് തമാശയായാണ് കേട്ടത്. മറ്റെന്തോ പറഞ്ഞ വിഷയം മാറ്റുകയും ചെയ്തു. ശരിക്കും അങ്ങനെ പോകാമായിരുന്നു എന്നവൾ എത്രയോ വട്ടം പിന്നീട് ഓർത്തിരിക്കുന്നു. ഇന്നലെ രത്ന സ്വയം കാണാതായതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അവൾക്ക് മുറിഞ്ഞു. താൻ വഞ്ചിച്ചതുകൊണ്ടോ കൂടെ നിൽക്കാത്തതുകൊണ്ടോ രത്നം ഒറ്റയ്ക്ക് അദൃശ്യമാവാൻ തീരുമാനിച്ചതാണെന്ന അകാരണമായൊരു കുറ്റബോധം അവളെ അലട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാവാം പരിമളം തിരിച്ചൊന്നും പറയാതിരുന്നത്. അവൾ നനഞ്ഞ മിഴികളോടെ അടുപ്പ് കെടുത്തി വാഴയില കൊണ്ട് പാത്രം മൂടി വെച്ചു. ചൂടാറായതിനു ശേഷം എണ്ണ തൂക്കി കുപ്പികളിലാക്കണം. രത്നമേഖലയെ എവിടെ ഇരുത്തണമെന്നോ എന്ത് നൽകണമെന്നോ ഒക്കെ പരിമളത്തിന് വേവലാതി തോന്നി. ആദ്യമായി വീടിനകത്ത് വരുന്നതാണ്. രത്നമേഖല പിന്നിൽ മരയെഴിയിട്ട വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്ന പടവുകളിലിരുന്നു. അവിടെ ഇരുന്നാൽ മതിൽക്കെട്ടിന് പുറത്തേക്കുള്ള തുറന്നു കിടക്കുന്ന തകരവാതിലിനപ്പുറം മരതകത്തിൻ്റെ പൂന്തോട്ടം കാണാം. ചെറിയ തലികയിൽ മാങ്ങ കഷ്ണങ്ങളുമായി പരിമളവും അവൾക്കരികിലിരുന്നു. പിണക്കത്തിലായിരുന്ന 2 വീടുകളിലാണ് താമസമെങ്കിലും ദിവസത്തിലൊരു തവണയെങ്കിലും അവർ പരസ്പരം കണ്ടിരുന്നു. ഒന്നും പറഞ്ഞില്ലെങ്കിലും അപ്പുറത്തുണ്ടെന്ന ചിന്ത ഇരുവർക്കും ആശ്വാസം പകരുന്നതായിരുന്നു. പരിമളം തിരിച്ചു വന്നതിന് ശേഷം സ്വാഭാവികമായ നാണം അവർ മിണ്ടാൻ തുടങ്ങി. തിരിച്ചു വന്നവൾ പുതിയതാണ്. അവളോട് പിണങ്ങാനുള്ള കാരണമൊന്നും അവശേഷിക്കുന്നില്ല. അവൾക്കും ആരോടും നീരസമില്ല. മരതകവും അതേ മനോഭാവത്തിലായിരുന്നെന്ന് തോന്നുന്നു. ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞത് രത്നം? സത്യമായിട്ടും എവിടേക്കെങ്കിലും പോകാൻ വിചാരിക്കുന്നുണ്ടോ? പറയാതെ മുങ്ങിക്കളയാമെന്ന് പരിമളം വേവലാതിയോടെ ചോദിച്ചു. ഇന്നലെ രത്നയത് പറഞ്ഞത് മുതൽ ആ അന്തർധാനം അവളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സൂക്ഷ്മതയോടെയാണ് അവളത് പറഞ്ഞത്. ഉണ്ടാക്കി പറയുന്ന ഒരു കഥയായിരുന്നില്ല. യഥാർത്ഥത്തിൽ നടന്നു കഴിഞ്ഞ ഒരു സംഭവമായിരുന്നു അതെന്നാണ് പരിമളത്തിന് തോന്നിയത്. വെറുതെയല്ല, ചിലപ്പോൾ ഞാൻ പോയേക്കും. പറഞ്ഞിട്ട് പോകാൻ സാധിക്കില്ല. പറഞ്ഞാൽ പോകാനേ സാധിച്ചെന്ന് വരില്ല. നല്ലത് മിണ്ടാതെ പോകുന്നതാണ്. പോയാൽ നിങ്ങളുടെ ഭർത്താവ് അവർ വെറുതെ ഇരിക്കില്ല, പിന്നാലെ വരില്ലേ? നിമ്മതിയായിരിക്കാൻ പറ്റുമോ? എല്ലാ ഇറങ്ങിപ്പോക്കും അങ്ങനെയൊരു റിസ്ക് കൂടി ഉള്ളിൽ ചുമക്കുന്നുണ്ട് പരിമളം. ഞാനത് നേരിടാനും തയ്യാറാവണം. ഇത്ര കാലവും ഞാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ ഇനി അങ്ങനെ തുടരാൻ പറ്റില്ല. എങ്ങോട്ട് പോകും?
വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞിരുന്നത്? എങ്ങോട്ട് പോകും എന്നതിനേക്കാൾ ഇവിടെ നിന്ന് പോകുക എന്നതാണ് മുഖ്യം. ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വഴി തെളിഞ്ഞു വന്നെന്ന് വരാം. ഈ കോളനിയിൽ വന്നതിന് ശേഷം വിരലിലെണ്ണാവുന്നത്ര തവണയേ ഞാൻ പുറത്തു പോയിട്ടുള്ളൂ. അതും ഒരൊറ്റ വഴിയെ മാത്രം. പക്ഷേ ഇതിനുള്ളിൽ എത്രയെത്ര വഴികളാണ്. എല്ലാ വീട്ടിൽ നിന്നും പുറത്തേക്ക് വഴികളുണ്ട്. എനിക്കും അങ്ങനെയൊന്നെങ്കിലും കണ്ടെത്താനാവില്ലേ? വിപിനൻ വിഷമിക്കും. പക്ഷേ ആ വിഷമം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലൊന്നും ആവണമെന്നില്ല. അയാൾ മറ്റൊരു ആൾട്ടർനേറ്റീവ് കണ്ടെത്തും. അതിനൊന്നും പ്രയാസമുണ്ടാവില്ല. അമ്മ വീണ നിമിഷം തന്നെ ഒരു നേഴ്സിൻ്റെ സർവീസ് അയാൾക്ക് ഇത്ര കാലം കിട്ടിയില്ലേ? ഞങ്ങളുടെ ബന്ധം ഒരു കരാർ പോലാണ്. അയാൾ എനിക്ക് ചെലവിന് തരുന്നു, ഞാൻ അയാൾക്ക് എൻ്റെ സേവനം പകരം നൽകുന്നു. സ്നേഹത്തിൻ്റെ നനവൊട്ടുമില്ലാത്തിടത്ത് വളർന്നു വരുന്ന ചെടി. പക്ഷേ ഭയത്തിൻ്റെ വെള്ളച്ചാട്ടത്തിനിടയിലേക്കാണ് അത് പടർന്നു ചെന്നത്. എന്തൊരു വൈരുദ്ധ്യമായിരുന്നെന്ന് ആലോചിക്കൂ. ഉണങ്ങിപ്പോയില്ല, മൂക്കിലുള്ള പ്രവാഹത്തിനിടയിൽ നിവർന്ന് നിന്നതുമില്ല. രണ്ടുപേരും പരസ്പരം ഭയന്നു. ഞാൻ അയാളെ ഭയന്നതിലെ ഇരട്ടി അയാൾ എന്നെ ഭയന്നു. ഞാൻ വിട്ടുപോകുമെന്ന്, അയാളെ ഒറ്റയ്ക്കാക്കുമെന്ന്. ചിലപ്പോൾ എനിക്ക് തോന്നും ഞാൻ അയാളെ വിട്ടുപോകാൻ ഇത്രയും വൈകിയതിന് കാരണം വിപിനോടുള്ള സഹാനുഭൂതിയാണോന്ന്. അയാൾക്ക് ഏകനാകാൻ വയ്യ. അതെനിക്കറിയാവുന്നതുകൊണ്ടും ഞാൻ പോവാതെ പിടിച്ചു നിന്നത്. പരിമളം രത്നമേഖലയെ തന്നെ നോക്കിയിരുന്നു. അവൾ പറയുന്നത് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഉള്ളിൽ ഏകാഗിയായ ഒരുവനെ ഓർത്താണ് താനും തിരിച്ചു വന്നതെന്ന് അവൾക്ക് തോന്നി. അവൻ തൻ്റെ തുണയൊന്നും ആവശ്യമില്ലെന്ന് ഭാവിക്കുന്നുണ്ടെങ്കിലും. ബാലസമുദ്രത്തിലെ വീട്ടിൽ ഉച്ചനേരത്ത് തളർന്ന മുഖവുമായി മാമിയാർ കയറി വന്നപ്പോൾ അവൾ വല്ലാതെ ഭയന്നു പോയിരുന്നു. ഊരിലേക്ക് വന്നിട്ട് 2 ആഴ്ചയായിട്ടില്ല. ഇനി തിരിച്ചുപോക്കുണ്ടാവില്ലെന്ന് അവൾക്ക് മാത്രമല്ല വീട്ടുകാർക്കും ഏതാണ്ട് ഉറപ്പുണ്ട്. ബന്ധുക്കാരികൾ വന്ന് അമ്മയോടും അവളോടും സഹതപിക്കുകയും കണ്ണു നിറച്ച് ഓരോന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് പതിവാണ്. അത്തരം പ്രകടനങ്ങൾ അവസാനിക്കും മുമ്പ് അമ്മ പദം പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. അവർക്ക് പരിമളത്തെയും കരയിക്കണമെന്നുണ്ട്. പക്ഷേ അവൾ കല്ലുപോലിരിക്കുന്നതേയുള്ളൂ. സ്ത്രീകൾക്ക് നിരാശ തോന്നും. നാളെയെങ്കിലും അവളെ കരയിക്കണമെന്നോർത്ത് അവർ തിരിച്ചു പോകും. അതിനിടയിലാണ് ഓർക്കാപ്പുറത്ത് മാമിയാരുടെ വരവ്. നീ എന്തിനാണ് തിരിച്ചു വന്നത് പരിമളം? നിനക്കിവിടെയാണോ സുഖം? നിന്റെ മാമിയാർ നിന്നെ പറഞ്ഞയച്ചതാണെന്നാണ് ഞാൻ കരുതിയത്. രത്നമേഖല പെട്ടെന്ന് അതേ കാര്യം തന്നെ ചോദിച്ചപ്പോൾ പരിമളം ഇളറി. എന്തിനാണ് തിരിച്ചു വന്നതെന്ന കാര്യത്തിന് അവൾക്ക് സത്യത്തിൽ മറുപടിയില്ല. മരതകവുമായി ഫോണിലൂടെ ദിവസങ്ങളോളം നീണ്ട അസുഖകരമായ വാക്കുകൾക്കും പറച്ചിലുകൾക്കും ഒടുവിലാണ് അപ്പ അന്ന് വന്നത്. അപ്പയ്ക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇഷ്ടമായിരുന്നില്ല. എന്നേക്കുമായി പറഞ്ഞയച്ചവളെ ഇടയ്ക്ക് വെച്ച് തിരിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്, വൻ നഷ്ടമാണ്. വന്ന് കണ്ട് നേരിട്ട് സംസാരിച്ച് മരതകത്തെ സമാധാനിപ്പിക്കാമെന്നും മകളെ ഉപദേശിച്ച് നേരെയാക്കാമെന്നും അയാൾ പ്രതീക്ഷിച്ചു. അവൾ താലി കെട്ടിയവൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ലെന്നും അവനൊപ്പം ഉറങ്ങാൻ തയ്യാറാവുന്നില്ലെന്നും കൊളന്ത പിറക്കാത്തത് അവളുടെ മാത്രം ഉദാസീനത കൊണ്ടാണെന്നുമൊക്കെ മരതകം ആരോപിച്ചിരുന്നു. അതെല്ലാം അയാളെ വിഷമിപ്പിച്ചുവെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു വരുമ്പോൾ അയാൾക്ക്. മകൾ പാവമാണ്, അനുസരണയുള്ളവളാണ്. അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. വേണമെങ്കിൽ 2 അടിയും കൊടുത്ത് അവളെ തിരുത്താം. അതൊക്കെയായിരുന്നു മനസ്സിൽ. പക്ഷേ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ അവളെയും കൂട്ടി അയാൾ തിരിച്ചുപോയി. മകൾ പുകന്ത വീട്ടിൽ. അവൾ ഗൃഹലക്ഷ്മിയായിരിക്കേണ്ടതിടത്ത് അയാൾ വേറൊരു പെണ്ണിനെ കണ്ടു. കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് യാതൊരു സന്ധ്യ ചർച്ചയ്ക്ക് നിൽക്കാതെ കുറച്ചു നാളത്തേക്ക് അവളെ ഊരിലേക്ക് കൂട്ടുന്നു എന്ന് പ്രഖ്യാപിച്ച് അപ്പ പരിമളത്തെ കൊണ്ടുപോവുകയായിരുന്നു. ഒരു പക്ഷേ പരിമളത്തിൻ്റെ അമ്മ കൂടി ഒപ്പം വന്നിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നില്ല അത്. കരഞ്ഞും പിഴിഞ്ഞും ശാസിച്ചും വേണ്ടി വന്നാൽ മരതകത്തിൻ്റെ കാല് പിടിച്ചും അവർ മകളുടെ കുടുംബജീവിതത്തിൻ്റെ അയഞ്ഞ കൊളുത്ത് മുറുക്കിയാനെ. പ്രശ്നം പരിഹരിക്കാൻ പോയിട്ട് ഒന്നും തീർക്കാതെ അവളെയും കൂട്ടി തിരിച്ചു വന്നതിൻ്റെ പേരിൽ അയാൾ പരിമളത്തിൻ്റെ അമ്മയിൽ നിന്ന് ധാരാളം വഴക്ക് കേൾക്കേണ്ടി വന്നു. വീട്ടുവരാന്തിയിൽ കാലും തൂക്കിയിരുന്ന കുനിഞ്ഞ ശിരസോടെ അയാൾ ഒറ്റ കാര്യം മാത്രം പറഞ്ഞു. എനിക്ക് മുടിയലേ. അതിൽ എല്ലാം ഉണ്ടായിരുന്നു. മകളെ അവിടെ ഉപേക്ഷിച്ചു വരാൻ അയാൾക്ക് സാധിച്ചില്ല. അവളെ വേണ്ടാത്തിരം അവൾക്കും വേണ്ട. മിക്കവാറും ഒരു അച്ഛന് മാത്രം എടുക്കാൻ കഴിയുന്ന തീരുമാനം. ഇത്രയും അനായാസമായി ആ പ്രശ്നം ഒഴിവാകുമെന്ന് പ്രതീക്ഷിക്കാതിരുന്നുകൊണ്ട് മരതകത്തിന് കുറച്ചൊന്നുമല്ല ആശ്വാസമായത്. പരിമളത്തിൻ്റെ ആഭരണങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണം. അതൊക്കെ മെല്ലെ മതി. പാത്രങ്ങൾ എന്തായാലും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വൈകാതെ അണ്ണനോട് സംസാരിച്ച് പൂങ്കൊടിയെയും ജ്ഞാനശേഖരനെയും കല്യാണം കഴിപ്പിക്കണം. പിന്നെ പരിമളം തിരിച്ചു വന്നാലും പേടിക്കാനില്ല. പക്ഷേ മരതകം ഇങ്ങനെയുള്ള പദ്ധതികളിട്ടെങ്കിലും അതൊന്നും നടന്നില്ല. പരിമളം പോയി 10 ദിവസത്തിനകം പൂങ്കൊടി തനിക്ക് തിരിച്ചു പോകണമെന്ന് വാശി പിടിച്ചു. അവൾ മരതകത്തിൻ്റെ അനുനയങ്ങൾക്കൊന്നും വഴങ്ങാതെ തൊട്ടടുത്ത ദിവസം ട്രെയിൻ കയറി തൊട്ടിൽപ്പാളയത്തിന് പോവുകയും ചെയ്തു. സ്വന്തം വീടുമായുള്ള ബന്ധം ഒരിക്കൽ കൂടി മുറിയുകയാണെന്ന് മരതകം കണ്ണീരോടെ തിരിച്ചറിഞ്ഞു. പക്ഷേ അതിനേക്കാളൊക്കെ അവളെ വേവലാതിപ്പെടുത്തിയത് ജ്ഞാനശേഖരനെ പറ്റി പൂങ്കൊടി പറഞ്ഞ വാക്കുകളായിരുന്നു. ഉങ്ങളുടെ മകന് ഒരു പെൺകൂടെ വാഴതൊക്കെ മുടിയാത്. ആ വാക്കുകൾ മരതകത്തിന് മുഴുവനായി മനസ്സിലായതുപോലുമില്ല. എന്താണ് അവൾ ഉദ്ദേശിക്കുന്നത്? അവന് കഴിവില്ലെന്നോ?
13 വർഷമായി പരിമളത്തെ കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഇത്തരമൊരു കാര്യം അവൾ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു സൂചന പോലും ഉണ്ടായിട്ടില്ല. അവൾ പ്രസവിക്കാത്തതിന് താൻ കലമ്പുമ്പോഴൊക്കെ ഒരു എതിർവാക്കും പറയാതെ കേട്ടു നിന്നവളാണ് പരിമളം. അല്ലെങ്കിലും മുനിയപ്പൻ്റെ മകൻ രാത്രികളിൽ തനിക്ക് മീതെ കയറി താൻ ഭോഗിച്ച മറ്റു പെണ്ണുങ്ങളുടെ ഉടമ്പിനെപ്പറ്റി പറഞ്ഞ് ആവേശം കൊള്ളുന്ന മുനിയപ്പൻ്റെ മകന് ശേഷിയില്ലെന്നാണ് പറയുന്നതെങ്കിൽ മരതകത്തിന് വിശ്വസിക്കാനാവില്ല. ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് പിറ്റേന്ന് പുലർച്ചെ വണ്ടിക്ക് ജ്ഞാനശേഖരനോട് പോലും പറയാതെ അവർ ബാലസമുദ്രത്തിന് പുറപ്പെട്ടു. തൻ്റെ മകൻ ഒറ്റയ്ക്കാവാൻ പാടില്ല. അവന് മക്കളുണ്ടായില്ലെങ്കിലും സാരമില്ല, പൊണ്ടാട്ടിയോടൊപ്പം തന്നെ ഇരിക്കണം. ആരും അവനെ പരിഹസിക്കരുത്. പരിമളം പരാതികളില്ലാതെ, ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഇല്ലാതെ അടങ്ങിയിരുന്നുകൊള്ളും. കൊണ്ടാട്ടവും വറ്റലുകളും ഉണ്ടാക്കി അതിൽ ആനന്ദം കണ്ടെത്തിക്കൊള്ളും. അവർ പരിമളത്തോട് തിരിച്ചു വരൂ എന്നാവശ്യപ്പെട്ടു. അവൾ അതിന് തയ്യാറായി. നിന്റെ കുടുംബം അത് ജ്ഞാനശേഖരനൊപ്പമാണ്. നീ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. ഞാൻ എന്നും ഇരിക്കില്ല. നിങ്ങളുടെ കാര്യം നീ തന്നെ നോക്കണം. മരതകം അവളെ സ്നേഹത്തോടെ ശാസിച്ചു. പരിമളം തെറ്റ് ചെയ്തവളെ പോലെ തലകുനിച്ചു. അറിയില്ല, മാമിയാർ വന്ന് വിളിച്ചു, ഞാൻ വന്നു. എനിക്ക് അവിടെയും ഇവിടെയും ഒരുപോലെ തന്നെ. അവരെ വിഷമിക്കുന്നു എന്ന് മാമിയാർ പറഞ്ഞു. ഞാനതും വിശ്വസിച്ചു. വികാരങ്ങളില്ലാതെ പരിമളം രത്നമേഖലയോട് പറഞ്ഞപ്പോൾ അവൾ സ്വന്തം തലയ്ക്കടിച്ചു. നിനക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ടോ അയാളോട്? ഇത്ര കാലവും വേറൊരു പെണ്ണിൻ്റെ കൂടെ ജ്ഞാനശേഖരനെ താമസിപ്പിക്കാനല്ലേ നിന്നെ മാമിയാർ ഒഴിവാക്കിക്കൊണ്ടിരുന്നത്? അയാൾ നിന്നെ പരിഗണിച്ചിട്ടില്ല. പിന്നെ ഉപ്പിൽ വാട്ടിയ മാങ്ങ കഷ്ണങ്ങളിലൊന്ന് രത്നമേഖലയ്ക്ക് നീട്ടിക്കൊണ്ട് പരിമളം നിസ്സംഗതയോടെ പറഞ്ഞു. എനിക്ക് എവിടെയും പരിഗണന കിട്ടില്ല രത്നം. അവിടെ ഇരുന്നാൽ പുരുഷൻ ഉപേക്ഷിച്ച പെണ്ണെന്ന് വീട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ. കുടുംബം കൊണ്ട് നടത്താൻ പറ്റാതെ ഭർത്താവിനെ നഷ്ടപ്പെടുത്തിയവളെ എല്ലാവരും പരിഹസിക്കും, അവഗണിക്കും. ഇവിടെ ഇരുന്നാൽ പുരുഷൻ അവഗണിക്കും. ആനാലും അവിടത്തേക്കാൾ കുറച്ചുകൂടി ഭേദമാണ്. ഇതൊന്നും മനസ്സിലേക്ക് എടുക്കാതിരുന്നാൽ മതി. വളരെ ആശ്വാസമാണ്. ഉണങ്ങിയ മാങ്ങയുടെ പുളി അവളുടെ നാവിൽ സീൽക്കാരമുണർത്തി. ജീവിതം ഇത്രയുള്ളൂ രത്നം. ഉണങ്ങിയും വാടിയും അതതിൻ്റെ യഥാർത്ഥ അവസ്ഥകളിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. പക്ഷേ അപ്പോഴും എന്തെങ്കിലും ഒരു രുചി അവശേഷിക്കുന്നു. ഒരിക്കലെങ്കിലും നമ്മുടെ രസമുകുളങ്ങൾ ത്രസിച്ചുണർന്നു സീൽക്കാരമുണ്ടാക്കുന്നു. ഇത് വലിച്ചെറിഞ്ഞ് കളയാതിരിക്കാൻ ഈയൊരു കാരണം മാത്രം പോരെ? തമിഴും മലയാളവും ഇടകലർത്തിയാണ് പരിമളം സംസാരിച്ചത്. അവൾ ഇത്രയൊക്കെ പറയുന്നല്ലോ എന്ന് രത്നമേഖല അതിശയിച്ചു. പരിമളം നീട്ടിയ ഉണക്കമാങ്ങ അവളും വായിലിട്ട് നുണഞ്ഞു. അതിൻ്റെ വാടിയ നാട്ടുരുചി അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തുപ്പിക്കളയാൻ തോന്നിയില്ല. ഊരിൽ പോയി വന്നപ്പോഴേക്കും നീ നന്നായി മിണ്ടാൻ പഠിച്ചല്ലോ. അവിടെ ചെന്നത് മുതൽ താനൊന്നും സംസാരിച്ചിട്ടില്ലെന്ന് പരിമളം പറഞ്ഞില്ല. എല്ലാവരും അവളോടാണ് സംസാരിച്ചത്. സഹതാപവും കുറ്റപ്പെടുത്തലും സങ്കടവും ഒക്കെ കൂടിക്കലർന്ന വർത്തമാനങ്ങൾ. നഗരത്തിലേക്ക് ഉദ്യോഗമുള്ള പുരുഷൻ്റെ ഭാര്യയായി പറഞ്ഞയച്ചിട്ടും പെറ്റ തന്തയ്ക്കും തായ്ക്കും ഭാരമായി തിരുമ്പി വന്ന ഗതികെട്ടവളോട് വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ നിരന്തരം സംസാരിച്ചു. അവൾക്ക് ഒന്നും തിരിച്ചു പറയേണ്ടതില്ലായിരുന്നു. അവളുടെ ഇടത്തിൽ വേറൊരു പെണ്ണ് കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം അവൾക്ക് തന്നെയാണ്. അത്രയും വിലപിടിച്ച ഇടം അവൾ അലക്ഷ്യമായി ഇട്ടിട്ട് മാറിപ്പോവരുതായിരുന്നു. ചിലപ്പോൾ നീ പണ്ടേ നന്നായി സംസാരിക്കുന്നവളായിരിക്കും അല്ലേ? നമ്മളൊന്നിച്ചപ്പോഴുള്ളപ്പോഴൊക്കെ ഞാൻ മാത്രമാണ് മിണ്ടിരുന്നത്. നിനക്ക് അവസരം തന്നതേയില്ല. പരിമളം മറുപടി പറയാതെ അവളുടെ കൈകളിൽ അമർത്തി പിടിച്ചു. നിന്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ലെന്നും നിന്നെ കേട്ടിരിക്കുന്നതായിരുന്നു ഏറ്റവും സന്തോഷമെന്നും വാക്കുകളേക്കാൾ സമർത്ഥമായി ആ ഗാഢമായ സ്പർശം രത്നമേഖലയോട് വിനിമയം ചെയ്യുന്നുമെന്നും പരിമളം പ്രതീക്ഷിച്ചു. അവളുടെ കൈ ചുറ്റഴിച്ച് വിരലുകളിൽ വിരൽ കോർക്കുമ്പോൾ അവളെപ്പോലെ അന്വേഷണങ്ങളോ ആഗ്രഹങ്ങളോ ഇല്ലാതെ നിശബ്ദയായും നിഷ്ക്രിയയുമായി ഇരിക്കുന്നത് സ്വസ്ഥതയ്ക്കുള്ള ഏറ്റവും ഫലപ്രദമായ വഴിയായിരിക്കുമോ എന്നായിരുന്നു രത്നമേഖല ഓർത്തുകൊണ്ടിരുന്നത്. അന്വേഷണങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ തെറ്റായ വഴിയിലൂടെ നടക്കുന്നു. ശരിയായ പാത കണ്ടെത്തിയാൽ അതിലേക്ക് പ്രവേശിച്ചാൽ എങ്ങോട്ടും പോകാതെ വീട്ടിലിരുന്നാലും മതി. പരമമായ ആനന്ദത്തിലെത്താനെന്ന് എവിടെയാണ് വായിച്ചതെന്ന് രത്നമേഖലയ്ക്ക് ഓർമ്മ വന്നില്ല. പക്ഷേ അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട്. പരിമളം ശ്രമിച്ചു നോക്കുന്നത് അതിനായിരിക്കുമോ? പെട്ടെന്ന് ഞെട്ടലോടെ രത്നമേഖല മറ്റൊന്നു കൂടി ഓർത്തു. വിപിനൻ്റെ അമ്മ ചെയ്യുന്നതും അതായിരിക്കുമോ? അന്വേഷണങ്ങളില്ലാതെ, ആഗ്രഹങ്ങളും ആസക്തികളും ഇല്ലാതെ അവർ വീടിനുള്ളിൽ തന്നെ കിടന്ന് ആനന്ദം അനുഭവിക്കുന്നു. അവർക്ക് ചുറ്റും ഭ്രമണം ചെയ്ത് തൻ്റെ ജീവിതം നശിക്കുന്നതോർത്ത് അവൾക്കപ്പോൾ അസഹ്യമായ ദേഷ്യം വന്നു. മരതകം തിരിച്ചെത്തിയതുകൊണ്ട് കൂടുതൽ നേരം സംസാരിച്ചിരിക്കാൻ അവൾക്ക് സാധിച്ചില്ല. വീടിനുള്ളിൽ അപ്രതീക്ഷിതമായി രത്നമേഖലയെ കണ്ട് മരതകം അത്ഭുതപ്പെട്ടു പോയി. എന്നെ ആശ്ചര്യം, വിനോദിനി പക്കം ആരുമില്ലെന്നും അമ്മ ഉറങ്ങുന്നത് കണ്ടാണ് താൻ വന്നതെന്നും രത്നമേഖല പറഞ്ഞു. ദാ തിരിച്ചു പോവുകയായി. നിങ്ങൾ രണ്ടാളെയും ഈ വീടിനകവും ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി. ഇതുവരെയും അകത്തു വരാൻ സാധിച്ചിട്ടില്ല. മരതകം അവളെ അരുമയോട് ചേർത്ത് പിടിച്ച് എല്ലാം വിധിയെന്ന് മന്ത്രിച്ചു. എത്ര അൻപോടെ കഴിഞ്ഞിരുന്ന വീടുകളായിരുന്നു. എല്ലാം പോയി. പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ ചോരുന്നുണ്ടായിരുന്നു. തിരിച്ചു പോകാൻ തിരക്കിട്ടെങ്കിലും അവർ അവളെ കാപ്പി കൊടുക്കാതെ വിട്ടയച്ചില്ല.
സ്റ്റീൽ ഡബ്ബകളിൽ നിന്ന് മധുരവും കാരവും ഒക്കെയുള്ള പലതരം വിഭവങ്ങൾ തളികയിൽ നിരത്തി. അവളൊന്നും കഴിക്കുന്നില്ലെന്ന് കണ്ട് ജിലേബിയും മുറുക്കും കടലാസിൽ പൊതിഞ്ഞ് കയ്യിൽ ബലമായി പിടിപ്പിച്ചു. ഇറങ്ങുമ്പോൾ വാഴയിലയിൽ 2 മുഴം പൂവും കൊടുത്തു. ഭർത്താവിനുള്ള സ്ത്രീകൾ അഴകാ പൂവും പൊട്ടും ചാർത്തിയിരിക്കണം. അത് കണ്ട് പുരുഷന് കണ്ണു നിറയണം, സ്നേഹം കൂടണം. അർത്ഥമില്ലാത്തതെന്നറിഞ്ഞുകൊണ്ട് തന്നെ മരതകം ഇങ്ങനെയോരോന്ന് വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തോ ആദ്യം മറച്ചു പിടിക്കാനായിരുന്നു അവരെത്രയും സംസാരിക്കുന്നതെന്ന് പരിമളത്തിന് മാത്രം മനസ്സിലായി. ഒരു കയ്യിൽ മധുരവും മറ്റേതിൽ പൂക്കളുമായി എത്ര കാലത്തിന് ശേഷമാണ് താനിങ്ങനെ സൽക്കരിക്കപ്പെട്ടതെന്നോർത്ത് വിസ്മയിച്ചുകൊണ്ടാണ് രത്നമേഖല തിരിച്ചുപോയത്. ഇതിലൊക്കെ സന്തോഷിക്കുന്ന ഒരു മനസ്സ് തന്നിൽ ഇപ്പോഴും അവശേഷിക്കുന്നത് അത്ഭുതം തന്നെ. അകത്തു ചെന്ന് അവൾ വൈകുന്നേരത്തേക്ക് വിരിയാൻ പോകുന്ന മുട്ടുകൾ കൊണ്ട് കോർത്ത മാല 2 കൈകളിലും എടുത്ത് ആഴത്തിൽ വാസനിച്ചു. കുട്ടിക്കാലത്ത് സ്വർണ്ണപ്രഭയുമൊത്ത് സൂചിയിൽ കോർത്ത നൂലിൽ മാല കൊരുക്കുന്നത് ഓർത്തു. ആദ്യം പൂഞ്ഞെട്ടിൻ്റെ മൃദുലതയിലേക്ക് സൂചി കുത്തിക്കയറും, പിന്നെ നൂലും അതിൻ്റെ ഉടലിനെ പകുക്കും. മരതകവും പരിമളവും മാല കോർക്കുന്നത് അങ്ങനെയല്ല, വളരെ മൃദുമായി. ഞെട്ടിൽ വാഴനാര് കൊണ്ട് നേരിയ ഒരു കുരുക്ക്. പൂവിന് നോവാതെ, അതിൻ്റെ ചന്തം ചോരാതെ അടുക്കടുക്കായി അവരത് കൈവേഗത്തോടെ പൂർത്തിയാക്കും. വാസനിച്ചു കഴിഞ്ഞ മാല എന്തു ചെയ്യണമെന്ന് അവൾക്ക് സംശയമായി. ഇനി അത് ദൈവങ്ങൾക്ക് ചാർത്തിക്കൂടാ, കളയാനും വയ്യ. ഒടുവിൽ അവൾ അത് പകുത്തു പാതി മുടിയിൽ ചൂടി. കല്യാണ ദിവസത്തിന് ശേഷം ഇന്നായിരിക്കും പിന്നീട് പൂ ചൂടുന്നത്. ബാക്കി അവൾ അമ്മയുടെ നെറുകയിൽ കെട്ടിവെച്ച മുടിക്ക് ചുറ്റും വളച്ചു വെച്ചു. ചന്തമുണ്ടോ എന്നവരോട് മന്ത്രിച്ചു. വിപിനെ വരും മുമ്പ് എല്ലാം എടുത്തു മാറ്റാം. പൂമണം ആയാൻ റൂം ഫ്രഷ്നറും അടിക്കാം. ഇന്ന് അമ്മയ്ക്ക് തന്നെ മാത്രമായി ഒറ്റിക്കൊടുക്കാൻ സാധിക്കില്ല. അവരും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിരിക്കുന്നു. രത്നമേഖല ചിരിച്ചുപോയി. അധിക ദിവസം കഴിയും മുമ്പ് മരുതകമുണ്ടാക്കിയ സമാധാനത്തിൻ്റെ വ്യാജലോകം തകരുന്നത് രത്നമേഖലയ്ക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. അതും ഒരു ഉച്ചയ്ക്കായിരുന്നു. വെയിലിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു പുറം ലോകമാകെ. വുഡ് ഷെഡിലെ പണിക്കാർ തണൽ മരങ്ങൾക്ക് താഴെ തോർത്ത് വിരിച്ചു കിടക്കുകയും ചീട്ടു കളിക്കുകയും ഒക്കെ ചെയ്യുന്നു. ലോറികൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ലോകമാകെ കുറച്ചു നേരത്തേക്ക് നിശ്ചലമായ പ്രതീതിയുണ്ടാക്കുന്ന നിമിഷങ്ങളാണ് ഇവയെന്ന് രത്നമേഖലയ്ക്ക് തോന്നാറുണ്ട്. അവൾ വിനോദിനിക്കരികിലായിരുന്നു. ഉച്ചഭക്ഷണം കഴിക്കാൻ അവർ വിസമ്മതിച്ചതുകൊണ്ട് കുറച്ച് പാല് നേർപ്പിച്ച് കുടിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ. അതിനോട് വിനോദിനി സഹകരിക്കാത്തതുകൊണ്ട് രത്നമേഖല വളരെ ക്ലേശിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് പുറത്തുനിന്ന് മരതകത്തിൻ്റെ നിലവിളി കേട്ടത്. അവൾ ഭയത്തോടും വെപ്രാളത്തോടും കൂടി അമ്മയെ തിരിച്ചു കിടത്തി പുറത്തേക്ക് ഓടി. അവരുടെ ക്വാർട്ടേഴ്സിന് മുന്നിലിട്ട പോലീസ് ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്ന അലോഷി എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ രത്നമേഖല കണ്ടു. അയാളുടെ മുഖത്ത് ചിരിയോ പരിചയഭാവമോ ഉണ്ടായിരുന്നില്ല. ഇനിയൊരിക്കൽ പരസ്പരം കണ്ടാൽ അയാളുടെ ഭാര്യയുടെ പേര് സീല എന്നാണോ എന്ന് ചോദിക്കണമെന്ന് രത്നമേഖല ഓർത്തിരുന്നു. പരിമളത്തിൻ്റെ വീട്ടിൽ നിന്ന് 2 പോലീസുകാർ ജ്ഞാനശേഖരനെ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നതും മരതകം ഉച്ചത്തിൽ നിലവിളിച്ചും എണ്ണിപ്പറഞ്ഞും പിന്നാലെ വരുന്നതും രത്നമേഖല അവ്യക്തമായ നോണം കണ്ടു. അവൾക്ക് വെയിലിൽ കണ്ണുപിടിക്കാത്ത പോലെ തോന്നുന്നുണ്ടായിരുന്നു. പരിമളത്തെ എങ്ങും കണ്ടില്ല. മരതകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിലൂടെ ജ്ഞാനശേഖരനെയും കൊണ്ട് പോലീസ് ജീപ്പ് തിരിച്ചുപോയി. തലമുടി പിച്ചിപ്പറിച്ചു നിലത്ത് കുത്തിയിരുന്ന മരതകത്തെ അപ്പുറത്തെ ലൈനിൽ നിന്നെത്തിയ 2 സ്ത്രീകൾ താങ്ങി എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയതോടെ അങ്ങും ഇങ്ങും നിന്ന കാഴ്ചക്കാരും പിരിഞ്ഞുപോയി. ലോറികൾ ഇരച്ചു വരാൻ തുടങ്ങിയതുകൊണ്ട് ഗുഡ് ഷെഡിലെ മരച്ചോടുകളിൽ നിന്ന് എണീറ്റ് വന്ന ആണുങ്ങൾ തിരിഞ്ഞു നടന്നു. വെയിലത്ത് താൻ മാത്രമാണ് ആളൊഴിഞ്ഞ അരങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന് രത്നമേഖലയ്ക്ക് മനസ്സിലാവാൻ പിന്നെയും സമയമെടുത്തു. അവൾ ചുറ്റും പരിമളത്തെ തിരഞ്ഞു. അവൾ എവിടെ പാഞ്ഞു പോയെന്ന് അമ്പരന്നു. പിന്നെയും കുറച്ചു നേരം അവിടെ തന്നെ നിന്ന് ഒടുവിൽ മടിയോടെ വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ രത്നമേഖല 10 വർഷത്തിന് ശേഷം ആദ്യമായി വിനോദിനിയുടെ കട്ടിൽ ഒഴിഞ്ഞതായി കണ്ടു. കണ്ണുകൾ അമർത്തി തിരുമ്മി കണ്ണുകൾ അവൾ വീണ്ടും നോക്കി. അവരവിടെ യഥാർത്ഥമായി ഉണ്ടായിരുന്നില്ല. അവൾക്കപ്പോൾ ദേഹം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി. മുറിയുടെ മൂലയ്ക്ക് പതുങ്ങി നിൽക്കുന്ന പരിമളത്തെയും നിലത്ത് വീണു കിടക്കുന്ന വിനോദിനിയെയും കണ്ടെത്താൻ അവളുടെ നിറഞ്ഞു നീറുന്ന കണ്ണുകൾ പിന്നെയും ധാരാളം സമയമെടുത്തു. കാൽവിരലുകൾ പരുക്കൻ നിലത്തുകൂടി ഒഴുകിയെത്തുന്ന ചോരയുടെ നനവറിയാൻ തുടങ്ങുന്ന അത്രയും സമയം. വിനോദിനിയുടെ ശരീരം തറവാട്ടിലേക്ക് കൊണ്ടുപോകാൻ വിപിനൻ താല്പര്യപ്പെട്ടില്ല. 10 വർഷം മുമ്പ് തൻ്റെ കല്യാണത്തിന് അങ്ങോട്ട് പോയത് അമ്മയുടെ താല്പര്യപ്രകാരമായിരുന്നു. വിപിനൻ വേരുകളില്ലാത്തവനാണെന്ന് അവൻ്റെ ഭാര്യ വീട്ടുകാർ വിചാരിക്കുന്നതെന്നായിരിക്കാം അമ്മ അന്ന് ചിന്തിച്ചത്. ഇപ്പോൾ അത്തരം സാഹചര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. ഒന്നും ആരെയും ബോധ്യപ്പെടുത്താനോ വിശ്വസിപ്പിക്കാനോ ഇല്ല. തറവാട്ടു പേരിനല്ലാതെ ഒരു തരി മണ്ണിന് പോലും അവകാശമില്ലാത്ത അമ്മ മരണശേഷം വീണ്ടും അവിടെ അഭയാർത്ഥിയാവരുതെന്ന് വിപിന് തോന്നി. കോളനിയിൽ നിന്ന് അധികം ദൂരെയല്ലാതെയുള്ള ഇലക്ട്രിക് ശ്മശാനത്തിലെ ഇരുമ്പ് പലകയിൽ അമ്മ ഉള്ളിലേക്ക് പോകുമ്പോൾ വിപിന് കൂട്ട് സാധനയിലെ പ്രകാശും ഓഫീസിലെ 2 സഹപ്രവർത്തകരും മാത്രമായിരുന്നു. അമ്മയുടെ ജീവിതത്തിലെ എല്ലാം എത്ര നിശബ്ദവും ആർഭാടരഹിതവുമായിരുന്നെന്ന് വിപിനൻ സങ്കടത്തോടെ ഓർത്തു. എപ്പോഴും പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിച്ചിരുന്നവൾ. ആശുപത്രിയിൽ നിന്ന് അമ്മയുടെ ശരീരം ക്വാർട്ടേഴ്സിലേക്കും കൊണ്ടുപോയിരുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആഘാതവും കൂടിയായതോടെ ആ ശരീരം വല്ലാതെ തളർന്നു വാടിയിരിക്കുന്നു. അതിനി ആർക്കു വേണ്ടിയും കാത്തുകിടക്കാനാവില്ല.
ഇത്തിരി നേരം പോലും പുറത്തു വെക്കരുതെന്ന് ആശുപത്രിയിൽ നിന്ന് പറയുകയും ചെയ്തിരുന്നു. പരമാവധി പിടിച്ചു നിന്ന ദേഹമാണ്. ഇനിയും അതിനു വയ്യ. നേരത്തെ കിതപ്പോടെ ഓടി നടന്ന് നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരുന്ന അമ്മ 10 വർഷം കിടന്ന കിടപ്പിൽ കിടന്ന് ചുരുങ്ങിപ്പോയതുപോലെ വിപിന് തോന്നിയത് അവരെ ഇന്നലെ ഉച്ചമയങ്ങിയ സമയത്ത് നിലത്തുനിന്ന് എടുത്തുയർത്തിയപ്പോഴാണ്. സ്ട്രെച്ചറുമായി ആംബുലൻസുകാരും കൂടെയുണ്ടായിരുന്നു. വിപിനൻ തൻ്റെ ചെറുതായിപ്പോയ അമ്മയെ കോരിയെടുത്ത് അതിലേക്ക് കിടത്തി. അവരുടെ മുടിയിഴകൾ ചോരയിൽ നഞ്ഞുമുട്ടിയും തൂങ്ങിക്കിടന്നു. ആ മുടിക്കെട്ട് മുറിച്ചു കളയാൻ വിപിൻ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. അമ്മയുടെ അഭിമാനമായിരുന്നു അതെന്ന് അയാൾക്കറിയാം. ഒരുപക്ഷെ വിപിനൻ കഴിഞ്ഞാൽ അവർക്കുള്ള ഒരേയൊരു സ്വത്തായി അമ്മ അതിനെ കൊണ്ടു നടന്നിരുന്നു. നീണ്ട വെപ്പുപണികൾക്കൊടുവിൽ പാത്രങ്ങൾ കഴുകിക്കമഴ്ത്തി അടുക്കള അടിച്ചു തുറച്ച് കഴിഞ്ഞ് രാത്രി അമ്മ കുളത്തിൽ കുളിക്കാൻ പോകുമ്പോൾ ടോർച്ചുമായി കൂടെ പോകുന്ന ഓർമ്മ വിപിനുണ്ട്. ഉറക്കം തൂങ്ങി കൽപ്പടവിൽ ഇരിക്കുമ്പോൾ അമ്മ കുനിഞ്ഞു നിന്ന് വെള്ളത്തിൽ മുടിയൊലുമ്പി കഴുകും. രാത്രി കട്ടിലിന് താഴേക്കത് വിരിച്ചുണക്കും. കുളത്തിൽ മുടിനാരുകൾ ഉലയുന്ന ആ നേർത്ത ഒച്ച ചെവികളിൽ മുഴങ്ങുന്നതുപോലെ വിപിന് ഇന്നലെ അമ്മയെ മുറിയിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് അനുഭവപ്പെട്ടു. അവരുടെ കിടക്കയിലേക്ക് അയാളൊന്ന് തിരിഞ്ഞു നോക്കി. 10 വർഷങ്ങൾ അമ്മ കിടന്നത്. ആദ്യമായി അത് ഒഴിഞ്ഞിരിക്കുന്നു. കിടക്കയിലെ ചുമരോട് ചേർന്ന ഭാഗത്ത് ഉണങ്ങിയ ഒരു ചുറ്റ് മുല്ലമാല അയാൾ കണ്ടു. രത്നമേഖലയെ ശാസിക്കണമെന്ന് തോന്നി. ഇത്തരം അശ്രദ്ധ അമ്മയ്ക്ക് പ്രയാസമുണ്ടാക്കുമെന്ന് എത്ര തവണ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എന്നിട്ടും ആ നശിച്ചവൾ. ആംബുലൻസ് പുറത്തുനിന്ന് ഹോണടിച്ചതുകൊണ്ട് വിപിനൻ മിണ്ടാതെ പുറത്തേക്ക് നടന്നു. സ്ട്രെച്ചർ വണ്ടിക്കുള്ളിൽ അലക്ഷ്യമായി കിടത്തിയത് കണ്ട് അവരോട് കലഹിച്ചു. സാർ, പിണം. അവരിലൊരാൾ പാതി പറഞ്ഞു നിർത്തി. പിണത്തോട് മര്യാദകളും കരുതലുകളും വേണ്ട. വിപിനൻ അമ്മയ്ക്കരികിലിരുന്ന് ആശുപത്രിയിലേക്ക് പോയി. അശ്രദ്ധമായ ഡ്രൈവിങ്ങിൽ സ്ട്രെച്ചർ ആടിയുലഞ്ഞപ്പോഴൊക്കെ അവരുടെ ദേഹം തെറിച്ചു വീഴുമെന്ന് ഭയന്ന് വിപിൻ അതിനെ അള്ളിപ്പിടിച്ചു. തണുത്തുറഞ്ഞു തുടങ്ങിയ ശരീരം. രാത്രി കുളിച്ചു കയറി ശരിക്കും ദേഹം തുടയ്ക്കാതെ ഉറങ്ങാൻ കിടക്കുന്നതുകൊണ്ട് അമ്മയുടെ ശരീരത്തിന് ഇളം നനവും തണുപ്പുമായിരുന്നു എപ്പോഴും. കുഞ്ഞായിരുന്നപ്പോൾ വിപിനെ ചേർത്ത് പിടിച്ചുറങ്ങാൻ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. തണുക്കുന്നുവെന്ന് പറഞ്ഞ് വിപിൻ അപ്പോഴും അവർക്കരികിൽ നിന്ന് നീങ്ങിക്കിടക്കും. വലുതായ കാലത്ത് അമ്മയെ തൊട്ടതായി ഓർമ്മയേയില്ല. പിന്നീട് രോഗിണിയായപ്പോഴാണ് അമ്മയുടെ കിടക്കക്കരികിലിരുന്ന് അവരുടെ കൈത്തണ്ടകളിൽ വിപിനൻ തൊടാൻ ആരംഭിച്ചത്. അപ്പോഴും അതിന് തണുപ്പായിരുന്നു. അങ്ങനെ തൊടുമ്പോൾ ചിലപ്പോഴെങ്കിലും അവർ മരിച്ചു പോയിരിക്കുമോ എന്ന് വിപിനൻ്റെ ഉള്ളിൽ ആന്തലുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ വെപ്രാളത്തോടെ അമ്മയുടെ മൂക്കിനരികിൽ വിരൽ ചേർത്ത് അയാൾ ആ ഭയത്തെ മറികടക്കും. ഇന്ന് ശരിക്കും അമ്മ മരിച്ചിരിക്കുന്നു. ഓഫീസിലെ ജോലികൾക്കിടയിൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോകൂ എന്ന് പറയാൻ ജൂനിയർ സൂപ്രണ്ട് വിളിച്ചപ്പോഴേ വിപിന് കാര്യം മനസ്സിലായിരുന്നു. കുറച്ചു നാളുകളായി അമ്മയുടെ പ്രകൃതത്തിൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റി രത്നമേഖലയെ പറയുമ്പോഴൊക്കെ അവളെ ശാസിച്ചിരുന്നെങ്കിലും വിപിന് ആശങ്കകളുണ്ടായിരുന്നു. ഓഫീസിൽ അയാൾക്കാകെ അടുപ്പമുള്ള ദിനകരൻ വിപിനോട് മരിച്ചവരെ പോലും എണീപ്പിക്കുന്ന ഒരു നാട്ടു ചികിത്സയെപ്പറ്റി പറഞ്ഞതും ആ ദിവസങ്ങളിലായിരുന്നു. 10 വർഷമായതൊന്നും കണക്കിലെടുക്കണ്ട. കോയമ്പത്തൂരിന്ന് ഓട്ടോയിൽ പോകാനുള്ള ദൂരമേയുള്ളൂ. കാരമടை അവിടെ എങ്ങനെയെങ്കിലും എത്തിച്ചാൽ മതി. അമ്മ തിരിച്ച് നടന്നു വന്നുകൊള്ളും. പച്ചിലകൾ അരച്ച മിശ്രിതം പൊത്തി 7 ദിവസം ഇളംവെയിലത്ത് വേച്ചിലപ്പച്ചിന് മേലേക്കെടുത്തും. പച്ചില കുഴമ്പ് ഉണങ്ങി നിലത്ത് വിരിച്ച വേപ്പിലകളും വാടുന്നതുവരെ. രാത്രി 6 അടി ആഴത്തിൽ നിന്ന് കുഴിച്ചെടുത്ത മണ്ണും വിശേഷപ്പെട്ട മരുന്നെണ്ണകളുമൊക്കെ ചേർത്ത കുഴമ്പ് പുരട്ടി നിലാവത്ത്. വെയിലും നിലാവും മണ്ണും പച്ചിലകളുമെല്ലാം ഒന്നിച്ച് രോഗം തളർത്തിയ ശരീരത്തിൽ പ്രവർത്തിക്കും. പൗർണമിക്ക് 6 ദിവസം മുൻപാണ് ചികിത്സ തുടങ്ങേണ്ടത്. ദിനകരൻ ആവേശത്തോടെ ഉദാഹരണ കഥകൾ ഒരുപാട് നിരുത്തിയിരുന്നു. വൈദ്യരെ സാധാരണഗതിയിൽ കാണാൻ പ്രയാസമാണ്. ഒരു സമയം ഒരാളെയേ ചികിത്സിക്കൂ. പക്ഷേ ദിനകരൻ പറഞ്ഞാൽ മുൻഗണന കിട്ടിയേക്കും. അവിടെ ഒന്ന് കൊണ്ടുപോകണമെന്ന് വിപിനൻ ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് ആഴ്ചകളായി. ഒന്നും നടന്നില്ല. ദിനകരൻ്റെ സ്കൂട്ടറിന് പിന്നിലിരിക്കുമ്പോൾ വിപിനൻ ഓർത്തതും അതൊക്കെയായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാഴ്ചകൾ മങ്ങി. ഒന്നും ഉണ്ടാവില്ല. നമുക്ക് വേഗം കാരമടയെ കൊണ്ടുപോവാം. ഒക്കെ ശരിയാവും. ദിനകരൻ അർത്ഥമില്ലാതെ പുലമ്പുന്നത് കേട്ട് വിപിന് തല പിളരുന്നത് പോലെ തോന്നി. ഇനി അമ്മയെ സംബന്ധിച്ച് ഒന്നും ശരിയാവാനില്ലെന്ന് അപ്പോഴേക്ക് വിപിന് ഉറപ്പായി കഴിഞ്ഞിരുന്നു. ക്വാർട്ടേഴ്സിന് മുന്നിലെ ആൾക്കൂട്ടവും പോലീസ് വാഹനവുമൊക്കെ വിപിനെ പിന്നെയും സന്ദേഹത്തിലാക്കി. എന്തായിരിക്കും സംഭവിച്ചതെന്ന് താൻ വൈകാതെ അറിയേണ്ടി വരുമെന്ന ചിന്തയിൽ അയാൾ വണ്ടിയിൽ നിന്നിറങ്ങാൻ പോലും മടിച്ചു. ദിനകരൻ ആവർത്തിച്ചാവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോഴാണ് അയാൾ അതിന് തയ്യാറായത്. അനിശ്ചിതത്വത്തിൻ്റെയും അജ്ഞതയുടെയും ആ നിമിഷങ്ങൾ വിപിന് ഏറ്റവും വിലപിടിച്ചതായി തോന്നി. അത് പെട്ടെന്ന് അവസാനിക്കരുത്. പക്ഷേ അത് ഏറെ നേരം നീട്ടിക്കൊണ്ടുപോകാൻ വിപിന് സാധിക്കില്ല. തുറച്ചു നോക്കി നിൽക്കുന്ന അയൽക്കാർക്കിടയിലൂടെ അയാൾക്ക് അകത്തേക്ക് കയറിപ്പോയേ മതിയാവും. അതിനുള്ളിൽ കാത്തിരിക്കുന്നത് എന്ത് തന്നെയായാലും വിപിൻ അത് നേരിടേണ്ടി വരും. വിപിനൻ യഥാർത്ഥമായും അത് നേരിടുകയും ചെയ്തു. ഇരുണ്ടതും അയാളെ തകർക്കാൻ മാത്രം സ്ഫോടനാത്മകവുമായ നിമിഷങ്ങളിലേക്കാണ് അയാൾ ചെന്ന് കയറിയത്. ഇത് മറ്റൊരാളുടെ മരണമല്ല, സ്വന്തം മരണം തന്നെയാണെന്ന് തോന്നിപ്പിക്കുന്ന അത്രയും ഏകാന്തതയും വേദനയും നിറഞ്ഞ നിമിഷങ്ങൾ. ഉള്ളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പ്രാണനെ വലിച്ച് പറിച്ചെടുക്കുമ്പോഴുള്ള വേദന അയാൾ അനുഭവിച്ചു. ധമനികളും സിരകളുമെല്ലാം പൊട്ടിയൊഴുകുന്നതും ഹൃദയം ചില്ലുപാത്രം പോലെ ഉടയുന്നതും അയാൾ അറിഞ്ഞു. മുറിക്കുള്ളിൽ
കട്ടിലിലാണ് അയാൾ അമ്മയെ തിരഞ്ഞത്. പക്ഷേ നിലത്ത് ചോരയിൽ കുളിച്ച് കിടക്കുകയായിരുന്ന അവർക്ക് ചുറ്റും പോലീസുകാരുണ്ടായിരുന്നു. രത്നമേഖലയെ എങ്ങും കണ്ടില്ല. അപ്രതീക്ഷിതമായ വിധം അമ്മ ജീവൻ വെടിഞ്ഞിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ അയാൾ അനുഭവിച്ച ക്ലേശങ്ങളെക്കുറിച്ചാണ് വിപിനൻ ആംബുലൻസിൽ ഇരുന്നപ്പോൾ ഓർത്തത്. അയാൾ അതിനിടയിൽ പലവട്ടം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരോ ഒരു പെയിന്റ് പാട്ട് തുറന്ന് വീശിയൊഴിച്ചതുപോലെയായിരുന്നു ആ സമയത്ത് വിപിനൻ്റെ തലയ്ക്കകം. കൊഴുത്ത വർണ്ണച്ചാറിൽ തലയ്ക്കുള്ളിൽ ചിന്തകളും ഓർമ്മകളും കലങ്ങി മറിഞ്ഞു. കണ്ണിന് മുന്നിൽ പല നിറങ്ങളിലുള്ള കുമിളകൾ ഒഴുകി നടന്നു. തൻ്റെ കിടപ്പുമുറി തനിക്ക് ചുറ്റും കറങ്ങി തിരിയുന്നത് പോലെയും കാലുകൾ നിലത്തുനിന്ന് വേർപെടുന്നത് പോലെയും തോന്നിയപ്പോൾ വിപിനൻ ചുവരിൽ ചാരി നിലത്തിരുന്നു പോയി. എത്രയോ മണിക്കൂറുകൾ അങ്ങനെ ഇരുന്നുവെന്നാണ് അയാൾക്ക് തോന്നിയത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ കുറച്ച് നിമിഷങ്ങൾ മാത്രമായിരുന്നിരിക്കണം. ദിനകരൻ വന്നു തട്ടി വിളിച്ചു. പോലീസുകാർ അതിനു മുൻപേ അയാളെ വിളിച്ചിട്ടുണ്ടാവണം. വിപിനൻ അറിഞ്ഞില്ല. ബോഡി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് നീക്കണമെന്ന് അവർ പറയുന്നത് കേട്ടപ്പോൾ വിപിനൻ ചാടി എഴുന്നേറ്റു. എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്കറിയണമായിരുന്നു. പക്ഷേ ആരും ഒന്നും പറയുന്നില്ല. രത്നമേഖല എവിടെയായിരിക്കും? താൻ അവളെ വിശ്വസിച്ചേൽപ്പിച്ച് പോയതാണ്. എന്നിട്ട് അവൾ എന്താണ് ചെയ്തത്? അമ്മ നിലത്ത് വീണത് എങ്ങനെയായിരിക്കും? ഒരുപക്ഷെ തനിയെ എണീക്കാനോ മറ്റോ ശ്രമിച്ചതാവുമോ? അത്തരമൊരു തോന്നലും വിപിനുണ്ടായി. അങ്ങനെയെങ്കിൽ എത്ര ദുഃഖകരമായി പോയി ഈ മരണം. ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആദ്യത്തെ ചുവടുവെപ്പ് തന്നെ പിഴച്ച് മരിച്ചു പോവുക. രത്നമേഖല ആ സമയത്ത് ഒന്ന് താങ്ങി പിടിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഇങ്ങനെയാവില്ലായിരുന്നു. അത്തരം ചിന്തകൾക്കിടയിലാണ് വിപിനൻ അമ്മയെ ആംബുലൻസിലെത്തിച്ചത്. ആശുപത്രിയിലെത്തിയതോടെ അമ്മ ആദ്യം കാഷ്വാലിറ്റിയിലേക്കും പിന്നെ മോർച്ചറിയിലേക്കും പോയി. രണ്ടിടത്തും വിപിനെ അകത്തേക്ക് പ്രവേശനമില്ല. പിന്നാലെ സ്കൂട്ടറിൽ വന്ന ദിനകരൻ പുറത്ത് ബെഞ്ചിലിരിക്കുന്ന വിപിനടുത്തിരുന്ന് വീട്ടിലേക്ക് പോകാമെന്ന് പ്രേരിപ്പിച്ചു. രോഗിക്ക് കൂട്ടിരിക്കുന്നത് പോലെയല്ല മൃതദേഹത്തിന് കൂട്ടിരിപ്പ്. ഇടയ്ക്കിടെ തുറക്കുന്ന വാതിൽക്കിലേക്ക് നോക്കി പ്രതീക്ഷയോടും ആശങ്കയോടും ICUവിന് മുന്നിലിരിക്കുന്നത് പോലെ വിപിനൻ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടതില്ല. മോർച്ചറിയുടെ വാതിൽ മരുന്നിനോ മറ്റേതെങ്കിലും ആവശ്യത്തിനു വേണ്ടി തുറക്കാൻ പോകുന്നില്ല. വിപിനൻ അറിഞ്ഞതിനേക്കാൾ ആഘാതമുണ്ടാക്കുന്നതോ അയാളെ ആശ്വസിപ്പിക്കുന്നതോ ആയ ഒരു വാർത്തയും അതിനുള്ളിൽ നിന്ന് വരാനില്ല. അയാൾക്ക് വീട്ടിൽ പോയി സ്വസ്ഥമായി വിശ്രമിക്കാം. ദിനകരൻ വിപിനോട് അക്കാര്യം പറഞ്ഞു. രാത്രി ആവുന്നതേയുള്ളൂ. നാളെ രാവിലെ തിരിച്ചെത്തിയാൽ മതി. വല്ലാതെ ക്ഷീണിതനായ അവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കരുത്. ഭക്ഷണം കഴിച്ച് വീട്ടിൽ ചെന്ന് ഉറങ്ങാൻ നോക്കൂ. ബന്ധുക്കളെയൊക്കെ അറിയിക്കൂ. ശവസംസ്കാരത്തിൻ്റെ കാര്യങ്ങളും തീരുമാനിക്കണം. മരണം കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നടത്താതെ വിപിനൻ ഇങ്ങനെ മരവിച്ചിരിക്കുന്നത് ദിനകരനെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കുടുംബകാര്യങ്ങളൊന്നും ദിനകരൻ അറിയില്ല. തൻ്റെ ഒരകന്ന ബന്ധു സ്ട്രോക്ക് വന്ന് കിടപ്പിലായിട്ടും പ്രകൃതി ചികിത്സ കൊണ്ട് രക്ഷപ്പെട്ട അത്ഭുത വാർത്ത അയാൾക്ക് ആരോടെങ്കിലും പറയണമായിരുന്നു. അങ്ങനെയാണ് അയാൾ വിപിനോട് മിണ്ടിത്തിറങ്ങിയത്. വിപിന് ആ വിഷയത്തിൽ താല്പര്യമുണ്ടായിരുന്നത് കൊണ്ട് മാത്രം അവരുടെ ബന്ധം കുറച്ചു വളർന്നു. അതിനപ്പുറം വിപിനൊപ്പം ഈ ആശുപത്രി വരാന്തിയിൽ ഉറക്കം വിളിച്ചിരിക്കേണ്ട ഉത്തരവാദിത്തമോ അടുപ്പമോ ഒന്നും ദിനകരനില്ല. വിപിനൻ്റെ സ്വന്തക്കാർ ആരെങ്കിലും വന്നാൽ തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമായിരുന്നുവെന്ന് അയാൾ ഓർത്തു. അങ്ങനെ ആരും വരുന്ന ലക്ഷണം കാണുന്നില്ല. ബന്ധുക്കൾ ആരെയെങ്കിലും വിളിച്ച് പറയാമെന്ന് കരുതി നമ്പർ ചോദിച്ചിട്ട് അതും വിപിനൻ തരുന്നില്ല. ഏതിനും എണീക്കൂ, വീട്ടിൽ ചെന്ന് വിശ്രമിക്കാൻ നോക്കൂ. വിപിനൻ അമ്പരപ്പോടെ ദിനകരനെ പതറി നോക്കി. വീടോ? ഏത് വീട്? അമ്മ മരിച്ചു കിടന്ന ആ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഓർത്തപ്പോൾ വിപിനൻ്റെ ഉള്ളു കാളി. ചോരക്കളമായ മുറി. അതാരെങ്കിലും തുടച്ചു കളഞ്ഞിരിക്കുമോ? രത്നമേഖല അതിനുള്ളുണ്ടാവുമോ? പോലീസുകാർ വന്ന് വിപിനോട് കുടുംബജീവിതത്തെക്കുറിച്ചും രത്നമേഖലയുടെ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ ചോദിച്ചിരുന്നു. സന്തോഷമായിരുന്നു. ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കുകയായിരുന്നു. അമ്മയെ പൊന്നുപോലെ നോക്കിയിരുന്നു. വിപിനൻ കാണാതെ പഠിച്ച് പറയുന്നത് പോലെ ഉരുവിട്ടു. ഇപ്പോൾ വേണോ സാറേ എന്ന് ദിനകരൻ ചോദിച്ചപ്പോൾ അവർ പിന്നീടാവുമെന്ന് തലയാട്ടി തിരിച്ചുപോയി. ഒന്നും കുഴപ്പമില്ലാതെ പോകാമായിരുന്നു. അപകട മരണമാണെന്ന് എല്ലാവരും കരുതും. നിന്റെ ഭാര്യ ചാടിക്കയറി എല്ലാം കുളമാക്കി കളഞ്ഞു. ഇനിയിപ്പോൾ കേസ് കൂട്ടം പത്രത്തിൽ വാർത്ത എന്ന് ദിനകരൻ വിപിനോട് മന്ത്രിച്ചപ്പോൾ ഒന്നും മനസ്സിലാവാഞ്ഞിട്ടും വിപിനൻ തലയാട്ടി. ആ രാത്രി മുഴുവൻ വിപിനൻ കാഷ്വാലിറ്റിക്കരികിലെ ബെഞ്ചിൽ ഉറങ്ങാതെയിരുന്നു. കുറച്ചു ദൂരെ ആശുപത്രിയുടെ മറ്റേതോ ഭാഗത്ത് അവൻ്റെ അമ്മയുണ്ട്. 10 വർഷമായി നേരിട്ടുള്ള വിനിമയങ്ങളൊന്നുമില്ലാത്ത അമ്മ അവസാനത്തെ ചരടും അറുത്ത് വിപിനെ പൂർണ്ണമായും സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഏതൊക്കെയോ എമർജൻസി കേസുകളും ആളുകളും ഇടയ്ക്കിടെ ഓടിക്കയറി വന്നു. ചോരയൊലിക്കുന്ന ഉടുപ്പുകളുമായി കണ്ണീരൊലിപ്പിക്കുന്ന മുഖവുമായി ചിലർ പുറത്ത് ഇരിപ്പുറയ്ക്കാതെ നടന്നു. അവർക്കൊക്കെ പ്രതീക്ഷയുണ്ട്. കൊണ്ടുവന്നയാളെ ICUവിലേക്ക് മാറ്റുമ്പോൾ ആശ്വാസത്തോടെ അവർ പിന്നാലെ പോകും. പിന്നെ ഒരു നിശബ്ദമായ ഇടവേള. അപ്പോഴേക്കും അടുത്തതെത്തുന്നു. വിപിനൻ സ്വസ്ഥമായി ഉറങ്ങുകയോ നൈറ്റ് ഡ്യൂട്ടി എടുക്കുകയോ ചെയ്തിരുന്ന രാത്രികളിൽ ഇങ്ങനെയൊക്കെ അത്യാഹിതങ്ങൾ നടക്കുന്നുണ്ടായിരുന്നുവല്ലോ എന്ന് അയാൾ അമ്പരന്നു. അതിനിടയിൽ അടുത്തു വന്നിരുന്ന ഒരാൾ വിപിനോട് ആരാ അകത്ത് എന്ന് അന്വേഷിക്കുന്നു. അമ്മ എന്ന് മാത്രം പറഞ്ഞ് എന്താ പറ്റിയത്, കൂടെ ആരുമില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് വിപിനൻ ഒരേയൊരു തവണ അവിടെ നിന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് നടന്നത്. പിറ്റേന്ന് അമ്മയെ വീട്ടുകിട്ടാൻ 12 മണിയായി. അതുവരെ കുളിക്കാതെ മുഖം പോലും കഴുകാതെ വിപിനൻ കാത്തുനിന്നു. അമ്മയെയും കൊണ്ട് ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ കുളിച്ചു വരൂ, പേരിനെങ്കിലും കർമ്മ ചെയ്യേണ്ടതല്ലേ എന്ന് ദിനകരൻ പറഞ്ഞിട്ടും വിപിനൻ അതൊന്നും ചെയ്തില്ല.
അമ്മയുടെ മുഖം ആരോ നീട്ടിയ ചുവപ്പ് പട്ടുകൊണ്ട് മൂടിയപ്പോൾ മാത്രം അയാൾ രത്നമേഖലയ്ക്ക് അവസാനമായി അമ്മയെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്തു. എല്ലാം കഴിഞ്ഞ് ഇനിയെങ്കിലും നീ വീട്ടിൽ പോവൂ എന്ന് ദിനകരൻ പറഞ്ഞപ്പോൾ വിപിനൻ പിന്നെയും അതിശയപ്പെട്ടു. വീട്? ഏതു വീട്? ഇന്നലത്തെ വിചിത്രമായ സംഭവങ്ങളോടെ അയാൾ വീടില്ലാത്തവനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ദിനകരനത് മനസ്സിലാവില്ല. ആ അനുഭവങ്ങളൊന്നും ദിനകരൻ്റേതല്ല. വിപിനെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ വയ്യാതെ ദിനകരൻ വീണ്ടും പ്രതിസന്ധിയിലായി. അയാൾക്ക് രാത്രി ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്. അടുത്ത സുഹൃത്ത് പോലുമല്ലാത്ത വിപിനു വേണ്ടി ഇതിൽ കൂടുതൽ സമയം പാഴാക്കാനാവില്ല. തലേന്ന് രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ ബന്ധുക്കൾ ആരെയെങ്കിലും വിളിക്കട്ടെ, നമ്പർ തരൂ എന്ന് വീണ്ടും ദിനകരൻ ചോദിച്ചതാണ്. ഞാനായിക്കൊള്ളാം എന്ന് വിപിനൻ തലയാട്ടിയപ്പോൾ ദിനകരൻ ആശ്വസിച്ചു. രാവിലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും സഹായത്തിനെന്ന പ്രതീക്ഷയിലാണ് മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് 10:30 ആശുപത്രിയിലെത്തിയത്. തലേന്ന് പോകുമ്പോൾ കണ്ടത്രയും തന്നെ ഒറ്റയ്ക്കും ഉപേക്ഷിക്കപ്പെട്ടവനായും വിപിനൻ ഇരിക്കുന്നത് കണ്ട് ദിനകരന് ഇത് പണിയാകുമല്ലോ എന്ന് തോന്നിയിരുന്നു. ഇപ്പോൾ ശരിക്കും പണിയായിരിക്കുന്നു. ആ കൺഫ്യൂഷനിലേക്ക് പ്രകാശ് കയറി വന്നു. ദിനകറും കൂടെ വന്ന സ്നേഹിതനും ആ പഴുതിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അന്നുച്ചയ്ക്ക് ശേഷം പിറ്റേന്ന് പുലർച്ചെ വരെ സാധനയുടെ 2ാം നിലയിലെ മുറിയിൽ വിപിനൻ ബോധം കെട്ടുറങ്ങി. അതിന് തൊട്ടടുത്തുള്ള നിത്യസഹായത്തിൻ്റെ മുറി ഇപ്പോൾ മേരി പ്രീതയാണ് ഉപയോഗിക്കുന്നത്. അവർ രാത്രി പലതവണ വിപിനൻ്റെ വാതിൽക്കൽ വന്നെത്തി നോക്കിയിരുന്നു. രാവിലെ മേരി പ്രീത വിപിനെ വിളിച്ചുണർത്തി. ഇനി നേരിടാനുള്ളതൊക്കെ അവൻ നേരിട്ടേ മതിയാകൂ. ഇത്രയും സാവകാശം തന്നെ പരമാവധിയാണ്. ഇനിയും ഒഴിഞ്ഞു മാറാനുള്ള കാരണങ്ങളൊന്നും ബാക്കിയില്ല. എത്രയും വേഗം ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു പോകണം. തൻ്റെ മുന്നിലിരിക്കുന്ന കാപ്പിക്കപ്പിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിപിനൻ ശൂന്യമായ തലച്ചോറ് ഓർമ്മകൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിച്ചു. എന്തൊക്കെയായിരുന്നു? വിപിനെ എല്ലാം തുടക്കം മുതലേ ആരംഭിക്കേണ്ടിയിരുന്നു. അവൻ ഒഴിഞ്ഞ കോളങ്ങൾ പൂരിപ്പിച്ച് അല്പമെങ്കിലും യാഥാർത്ഥ്യബോധത്തിലേക്ക് തിരിച്ചു വരുന്നതുവരെ മേരി പ്രീത സഹാനുഭൂതിയോടെ അവന് കൂട്ടിയിരുന്നു. പരിമളത്തിൻ്റെ ഭയന്ന് വിളറിയ മുഖത്തേക്കാണ് രത്നമേഖല ആദ്യം നോക്കിയത്. പിന്നെയേ അവൾ നിലത്ത് കിടന്ന് രക്തം കൊണ്ട് തൻ്റെ കാലടികളെ സ്പർശിച്ച വിനോദിനിയെ കണ്ടുള്ളൂ. മിക്കവാറും അവർ മരിച്ചു കഴിഞ്ഞിരിക്കുമെന്ന് അവൾക്ക് പരിശോധിക്കാതെ തന്നെ മനസ്സിലായി. താൻ മരതകത്തിൻ്റെ ഒച്ചക്കെട്ട് പുറത്തേക്ക് ഓടിയ സമയത്ത് അവരെ ശരിക്ക് കിടത്താത്തതുകൊണ്ട് താഴെ വീണതായിരിക്കുമോ എന്നായിരുന്നു അവളുടെ ആദ്യത്തെ തോന്നൽ. ആ ചിന്ത മരണം അവളെ തന്നെ ദംശിച്ചാലെങ്ങനെയോ അത്രത്തോളം അവളെ വേദനയിലും ഭയത്തിലും ഒരുക്കി. മരിച്ചത് വിനോദിനിയല്ല, 10 വർഷം വരെ പരിചരിച്ച രത്നമേഖലയാണ്. ഇത്രയും കരുതലോടെ കൊണ്ടു നടന്നിട്ട് ഈ അവസാനത്തെ അശ്രദ്ധ അവരുടെ ജീവനെടുത്തല്ലോ. തീർച്ചയായും ആ കുറ്റബോധം ഇനിയുള്ള അവളുടെ ജീവിതത്തിൽ അള്ളിപ്പിടിക്കാതിരിക്കില്ല. അവൾ പൊള്ളിക്കരിയും. വിനോദിനി മരിച്ചുവോ എന്നിട്ടും അവൾ പരിശോധിക്കാൻ തയ്യാറായില്ല. ഇത്രയും നിശ്ചലയായി അവർ കിടക്കുന്നതിൻ്റെ അർത്ഥം ജീവനില്ല എന്ന് തന്നെയാവണം. വർഷങ്ങളായി അവർ നിശ്ചേഷ്ടയായി കിടക്കുകയായിരുന്നെങ്കിലും അവസാന നിമിഷങ്ങളിൽ അതങ്ങനെയായിരിക്കില്ല എന്ന തോന്നലായിരുന്നു രത്നമേഖലയ്ക്ക്. പ്രാണൻ പിടഞ്ഞുണർന്നു പോകുന്നതിൻ്റെ വേദന അവൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അവളുടെ അമ്മമ്മ വായു വലിച്ച് 3 ദിവസമാണ് കിടന്നത്. മരിക്കുമെന്നുറപ്പായതോടെ ബാംഗ്ലൂരുള്ള അമ്മാവനും കുടുംബവും അവസാനമായൊന്ന് കാണാൻ പുറപ്പെട്ടു വന്നതാണ്. പുലർച്ചയ്ക്ക് എപ്പോഴോ വീടിനടുത്ത പാലത്തിൽ കയറിയ അവരുടെ ടാക്സി പാലത്തിൻ്റെ കൈവരി തകർത്ത് താഴേക്ക് പോയി. കർക്കിടമാസം കോരിച്ചൊരിയുന്ന മഴയത്ത് വണ്ടി വെള്ളത്തിൽ വീണതോ കുറേ ദൂരം ഒലിച്ചു പോയതോ ആരും അറിഞ്ഞില്ല. പിറ്റേന്ന് അമ്മമ്മയെ ഇറക്കിക്കിടത്താൻ കെട്ടിയ ടാർപോളിന് കീഴെ അമ്മാവനും ഭാര്യയും മകനും ഉറങ്ങിക്കിടന്നു. പുറത്തുനിന്നുയരുന്ന നിലവിളികളും അകത്തുള്ള അടക്കം പറച്ചിലുകളും അമ്മമ്മയെ അബോധാവസ്ഥയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. കാത്തുനിന്ന മരണത്തിന് 3 ഇരകളെ ഒന്നിച്ചു കിട്ടിയത് കൊണ്ടാവോ അമ്മമ്മ മരിക്കാൻ പിന്നെയും വൈകി. പക്ഷേ പിന്നെ വന്ന ഓരോ മഴക്കാലത്തും അവർ മരണവുമായി ഏറ്റുമുട്ടുന്നത് ദയനീയമായ കാഴ്ചയായിരുന്നു. അമ്മാവനും കുടുംബവും മരിച്ച കർക്കിടകത്തിലെ പൂരാട നാളെത്തുമ്പോഴാണ് ശ്വാസം മുട്ടിപ്പിടഞ്ഞ് അവർ കഠിനമായ അസ്വസ്ഥത കാണിക്കുക. ഒരിറ്റ് ശ്വാസത്തിനായി നെഞ്ചു തിരുമ്മി എഴുന്നേറ്റിരുന്നും കിടന്നും ഞെളിപ്പിരി കൊള്ളുന്നത് കണ്ട് സഹിക്കുന്നത് പ്രയാസമായിരുന്നു. രാത്രിയും പകലുമില്ലാതെ അവർ പിടയും. വീട്ടുകാർ കുഞ്ഞു കുട്ടികളടക്കം മാറി മാറി അവർക്ക് കൂട്ടിരിക്കും. രത്നമേഖലയും സ്വർണ്ണപ്രഭയും പല രാത്രികളിലും അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഇത്തിരി തലചായ്ക്കാൻ വേണ്ടി അവർ ആ ജോലി ഏറ്റെടുക്കുന്നതാണ്. തണുത്ത മഴക്കാലത്ത് ഉറക്കം തൂങ്ങി അമ്മമ്മയുടെ വെപ്രാളം നോക്കിയിരിക്കുമ്പോഴൊക്കെ അവരിപ്പോൾ മരിച്ചു പോകുമെന്ന് കുട്ടികൾ ഭയപ്പെടുമായിരുന്നു. അമ്മമ്മയുടെ ശ്വാസമെടുക്കാനുള്ള ആയാസം സമീപത്തെ വീടുകൾ പോലും ഉണർത്തും. തിരുവോണവും കഴിഞ്ഞ് അവിട്ടം എത്തുമ്പോഴൊക്കെ അമ്മമ്മയ്ക്ക് ഇത്തിരി സമാധാനമാവും. പിന്നെ 2 ദിവസമെങ്കിലും അവർ ബോധം കെട്ടുറങ്ങും. അങ്ങനെ കാവലിരിക്കുന്ന രാത്രിയാണ് ഉച്ചത്തിലുള്ള വലിവിനിടയിൽ എഴുന്നേറ്റിരുന്ന് എന്തിനാ അന്നിങ്ങോട്ട് വന്നേ, ഇടയിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഞാനങ്ങ് പോവില്ലായിരുന്നോ ഇങ്ങനെ കഷ്ടപ്പെടുത്താനായിട്ട് നശൂലം എന്ന വാക്കുകൾ രത്നമേഖല പിടിച്ചെടുത്തത്. ആദ്യം അത് തന്നോട് പറഞ്ഞതായിട്ടാണ് തോന്നിയത്. എന്താ മമ്മേ എന്ന് ചോദിച്ചപ്പോൾ അത് ശ്രദ്ധിക്കാതെ അവർ പിന്നെയും ചുവരിലേക്ക് നോക്കി. എന്നെ കൂടി കൊണ്ടുപോ, എന്നെ കഷ്ടപ്പെടുത്തി മതിയായിട്ടില്ലേ. നിന്നെ പ്രസവിക്കുമ്പോൾ 3 ദിവസം ഞാൻ നൊമ്പരം സഹിച്ചേ, അന്നേ തുടങ്ങിയതാ എന്ന് പിറുപിറുക്കുന്നത് കേട്ട് രത്നമേഖല ഭയന്നു.
ആരോടാണത് പറയുന്നതെന്നറിയാൻ അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. എല്ലായിടത്തും ഇരുട്ട് മാത്രം. ആ രാത്രിയിൽ അനുഭവിച്ചതുപോലെ രത്നമേഖല പിന്നീട് ഒരിക്കലും ഭയന്നിട്ടുണ്ടാവില്ല. മരണസന്നയായ അമ്മമ്മയ്ക്കൊപ്പം ആ മുറിക്കുള്ളിൽ മറ്റേതോ അദൃശ്യ സാന്നിധ്യം കൂടി അവൾ അറിഞ്ഞു. അതിനോടാവണം അമ്മമ്മ സംസാരിക്കുന്നത്. അടുത്ത കിടക്കയിൽ തലകുത്തി ഇരുന്നുറങ്ങുന്ന സ്വർണ്ണപ്രഭയെ എത്ര വിളിച്ചിട്ടും അവൾ ഉണർന്നില്ല. കസേരയിൽ അനങ്ങാൻ പോലും ഭയന്ന് കുത്തനെ ഇരുന്ന് അമ്മമ്മയുടെ പ്രാണപ്പിടിച്ചിലുകൾ നിശബ്ദം നോക്കി അവൾ സമയം നീക്കി. രാത്രിയിൽ എപ്പോഴോ മുറിയിൽ വന്ന അമ്മമ്മയ്ക്ക് നെഞ്ചൊഴിഞ്ഞു കൊടുക്കാത്തതിനും ചൂടുവെള്ളം കുടിപ്പിക്കാത്തതിനും അവളെ ശാസിച്ചു. ആ രാത്രി താൻ കടന്നുപോയതിനെപ്പറ്റി രത്നമേഖലയ്ക്ക് ആരോടും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പറഞ്ഞാലും ഉറക്കപ്പിച്ചെന്നോ മറ്റോ അവളെ കളിയാക്കുകയുള്ളൂ. പിന്നീട് നേഴ്സിങ്ങിന് പഠിക്കുന്ന കാലത്താണ് അവൾക്കതിനെക്കുറിച്ചെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്രയും ക്ഷീണിതമായ അവസ്ഥയിൽ തലച്ചോറിനുള്ളിൽ സംഭവിക്കുന്ന വിഭ്രാത്മകമായ ചിന്തകളെ അവർ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതും മിക്കവാറും അവരെ ഏറ്റവും അലട്ടുന്നതുമായ സംഭവങ്ങളോടോ വ്യക്തികളോടോ ബന്ധപ്പെടുത്തി ചില സാന്നിധ്യങ്ങളെ സങ്കല്പിച്ച് ഉണ്ടാകുന്നതുമാകുമെന്ന് അവൾ വായിച്ചറിഞ്ഞു. അന്നാ രാത്രി അമ്മമ്മ തൻ്റെ മരണവും തട്ടിയെടുത്ത് പോയി കളഞ്ഞ മകനെയാവും മുന്നിൽ കണ്ടത്. വിനോദിനിയും അത്തരം കോലാഹലം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയേ മരണത്തിലേക്ക് പോകൂ എന്ന് രത്നമേഖലയ്ക്ക് ഉറപ്പുണ്ട്. മുക്കാലി നശിച്ച കോശങ്ങളുള്ള തൻ്റെ തലച്ചോർ ഇത്രയും കാലം പൂർണ്ണമായി കെട്ടുപോകാതെ പിടിച്ചു നിർത്തി. അതുകൊണ്ട് പലവിധ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് വിനോദിനി എന്നാണ് അവൾ വിചാരിക്കുന്നത്. അവരങ്ങനെ മിണ്ടാതെ ആരെയും അറിയിക്കാതെ തല ചതഞ്ഞ പാമ്പിനെ പോലെ നിലത്തിഴിഞ്ഞ് അവസാനിക്കുകയില്ല. താൻ മുറിയിലെത്തും മുമ്പേ അവസാന പരാക്രമങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ പരിമള അതൊക്കെ കണ്ടിട്ടുണ്ടാവാം. അതായിരിക്കുമോ അവൾ പേടിച്ചരണ്ടതുപോലെ നിൽക്കുന്നത്. രത്നമേഖല ചോരയിൽ ചവിട്ടാതെ ശ്രദ്ധിച്ച് വിനോദിനിയെ മറികടന്ന് പരിമളത്തിനടുത്തെത്തി. അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ കൈകൾ തീ പോലെ പൊള്ളി. രത്നമേഖല അവളെ തൻ്റെ ദേഹത്തേക്ക് അമർത്തിപ്പിടിച്ചു. വിറയൽ തീരുവോളം അവളെ അങ്ങനെ ചേർത്ത് നിർത്തിയിട്ടുണ്ടാവും. പിന്നെ സാവകാശം അവളെ അടർത്തി മാറ്റിയിട്ട് രത്നമേഖല കുനിഞ്ഞിരുന്ന് അമ്മയെ പരിശോധിച്ചു. കഴിഞ്ഞുവെന്ന് ദീർഘനിശ്വാസത്തോടെ നിവർന്നു. എൻ്റെ അശ്രദ്ധയായിരുന്നു. പുറത്തുനിന്ന് നിന്റെ മാമിയുടെ നിലവിളി കേട്ടപ്പോൾ ഞാൻ നേരെ കിടത്താതെ ഓടിയിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ഇവർ തനിയെ അനങ്ങാനിടയില്ലല്ലോ. അത്രയും ശ്രദ്ധിക്കാതെ വീഴുന്ന പോലെ കിടത്തിയിട്ടായിരിക്കുമോ ഞാൻ ഓടിയത്? വിപിനോട് ഇത് പറയുന്നതിലും ഭേദം ഞാൻ പോലീസിനെ വിളിക്കുന്നതാണ്. പരിമളം അരുതെന്ന് തലയാട്ടിയത് അരണ്ട വെളിച്ചത്തിൽ രത്നമേഖല കണ്ടതുപോലുമില്ല. മരതകത്തിൻ്റെ നിലവിളിയെക്കുറിച്ചും പോലീസിനെക്കുറിച്ചും പറഞ്ഞപ്പോഴാണ് അവൾ പെട്ടെന്ന് താൻ മറന്നു കഴിഞ്ഞ കാര്യം ഓർത്തത്. ഈശ്വര, അതെന്തിനായിരുന്നു? പാവത്താനെപ്പോലെ നടക്കുന്ന ആ മനുഷ്യനെ പോലീസ് കൊണ്ടുപോയത് എന്തിനായിരിക്കും? പരിമളത്തിൻ്റെ മുഖത്ത് നോക്കാൻ അവൾ പേടിച്ചു. പോലീസിനെ കണ്ടിട്ടാവുമോ അവൾ ഇതിനകത്ത് കയറി ഒളിച്ചത്? തൻ്റെ പ്രശ്നത്തെക്കാളും പ്രാധാന്യം അതിനാണെന്ന് രത്നമേഖലയ്ക്ക് തോന്നി. ഇതിലിനി ഒന്നും ചെയ്യാനില്ല. വിനോദിനെ കുറച്ചു നേരം കൂടി അവിടെ അങ്ങനെ കിടന്നാലും കൂടുതലായി ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ പരിമളത്തെ ആശ്വസിപ്പിക്കേണ്ടതും ധൈര്യം പകരേണ്ടതും അത്യാവശ്യമാണ്. എന്താ അവിടെ സംഭവിച്ചത്? എന്തിനാ ജ്ഞാനശേഖരനെ? പരിമള അതിന് മറുപടി പറയാതെ വിനോദിനിക്ക് നേരെ വിരൽ ചൂണ്ടി. രത്ന, നീ വിനോദാമ്മയെ ശരിക്ക് കിടത്തിയിട്ടാണ് പോയത്. അരികിൽ തലയണ പോലും വെച്ചിരുന്നു. ഞാനാണ്. രത്നമേഖല നടുക്കത്തോടെ അവളെ പിടിച്ചു കുലുക്കി. ചോരയുടെ മണം അവൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് ചോരയുടെ മണമല്ല, മരണത്തിൻ്റെ മണമാണ് എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു 4 വർഷത്തോളം എല്ലാ കർക്കിടക മാസത്തിലും മരിച്ച് പിന്നെ ജീവിച്ചു വരുന്ന അമ്മമ്മ ശരിക്കും മരിച്ചത്. അക്കൊല്ലത്തെ ശ്വാസം മുട്ടലിൻ്റെ സമയമാകുന്നതേയുള്ളൂ. മിഥുനമായിരുന്നു. സന്ധ്യയ്ക്ക് എന്തോ ആവശ്യത്തിന് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങിയ അമ്മമ്മ പെട്ടെന്ന് തിരിച്ചു കയറി കൈകാൽ കഴുകി കഴിക്കാൻ വിളിക്കേണ്ടെന്ന് പറഞ്ഞ് കിടക്കയിൽ പോയി കിടന്നു. രാത്രി അമ്മമ്മയ്ക്കൊപ്പമായിരുന്നു രത്നമേഖല ഉറങ്ങാൻ കിടന്നത്. അവർ സ്വസ്ഥമായി ചെരിഞ്ഞു കിടക്കുന്നത് കണ്ട് ശല്യമുണ്ടാക്കാതെ അവൾ കിടക്കയുടെ ഓരത്ത് കിടന്നു. പാതിരാത്രി എപ്പോഴോ ശ്വാസം മുട്ടിക്കുന്ന അപരിചിതമായൊരു ഗന്ധം സഹിക്കാൻ വയ്യാതായാണ് അവൾ ഉണർന്നത്. അപ്പുറത്ത് കിടന്നിരുന്ന അമ്മമ്മ ശ്വാസം മുട്ടൽ വരുമ്പോഴത്തേതുപോലുള്ള ഭീകരമായ അസ്വസ്ഥതകൾ കാണിക്കുന്നു. അവൾ ഒച്ചയിട്ട് എല്ലാവരെയും വിളിച്ചുകൂട്ടിയ ആ രാത്രിക്കൊടുവിൽ അമ്മമ്മ യഥാർത്ഥമായും മരിച്ചു. വിഷം തീണ്ടിയാണ് മരിച്ചതെന്ന് മനസ്സിലാവാൻ പിന്നെയും സമയമെടുത്തു. അന്ന് രത്നമേഖല മാത്രം പറഞ്ഞ വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത ഗന്ധമാണ് ഇപ്പോഴീ ഇടുങ്ങിയ മുറിക്കുള്ളിലും. മരണത്തിൻ്റെ മണം. പരിമളം അതറിയുന്നില്ലേ? രത്നമേഖല അവളെയും പിടിച്ചു വെച്ച് അടുക്കള തലത്തിലേക്ക് പോയി. കസേരയിൽ അവളെ ഇരുത്താൻ ശ്രമിച്ചെങ്കിലും പരിമളം തയ്യാറാവാതെ ബലം പിടിച്ചു. നീ കേൾക്കണം രത്നം, ഞാനാണ്. ഞാൻ അന്നേരം അവിടെ നിന്നിറങ്ങി. എനിക്ക് ഏതെങ്കിലും കിണറ്റിലോ ആഴമറിയാത്ത കുളത്തിലോ മുങ്ങിച്ചാകണമെന്നുണ്ടായിരുന്നു. ഒരിക്കലും പൊങ്ങി വരരുത്. ആരും എന്നെ കാണരുത്. പിന്നിലെ വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ട് ഞാൻ അതിനകത്ത് കയറി. ഇതും ഒരു കിടങ്ങാണല്ലോ. കോളനിയിലെ നമ്മുടെ ലൈൻ മുഴുവനും പുറത്തുണ്ടായിരുന്നു. അപ്പുറത്തു നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ടായിരുന്നു. നീയും അവിടെയാണെന്ന് അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത്. വിനോദമ്മ അപ്പോൾ കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. പരിമളം കിതച്ചു. ഇടയ്ക്ക് അവർക്ക് വാക്കുകൾ മുട്ടി. മതി പരിമളം എന്ന് രത്ന പറയുന്നത് അവൾ ശ്രദ്ധിക്കുന്നേയില്ലെന്ന് തോന്നി. ഞാൻ എൻ്റെ അവസ്ഥയൊക്കെ അന്നേരം മറന്നു.
കണ്ണു തുറന്ന് ഒന്നും സംഭവിക്കാത്ത മാതിരിയുള്ള ആ കിടപ്പ് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല രത്നം. ഇവരിവിടെ സുഖിക്കാൻ കിടക്കുന്നു. നീ നിന്റെ ജീവിതം ഈ മുറിക്കുള്ളിൽ ഈ കട്ടിലിന് ചുറ്റും കെട്ടിയിട്ടിരിക്കുന്നത് അറിഞ്ഞിട്ടും അവർ പോകാത്തതെന്താ? പോകേണ്ടതല്ലേ? ഒന്നും രണ്ടുമല്ല, 10 വർഷമായിട്ട്. ഇനിയൊരു 10 വർഷം കൂടി അവരിങ്ങനെ കിടക്കും. നിനക്ക് പോകാനും പറ്റില്ല. ഞാൻ അവരെ പിടിച്ചു വലിച്ച് നിലത്തിട്ടു. എന്നിട്ടും അവർക്കൊന്നും പറ്റിയില്ല എന്ന് കണ്ടപ്പോൾ ആ സ്റ്റൂൾ കൊണ്ട് പരിമളം മുറിക്കകത്തേക്ക് ചൂണ്ടിക്കാട്ടി. സ്റ്റൂൾ അവിടെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. രത്നമേഖലയാണിപ്പോൾ അടിമുടി വിറയ്ക്കാൻ തുടങ്ങിയത്. നീ കഥ ഉണ്ടാക്കി പറയുകയല്ലേ? അമ്മ താനെ നിലത്ത് വീണ് തലപ്പൊട്ടിയതാണ്. അവൾ ദുർബലമായ ഒച്ചയിൽ പ്രതിരോധിച്ചു. രത്ന, നീ പോലീസിനെ വിളിക്കൂ. നിന്റെ പുരുഷനെയും വിളിക്കൂ. എല്ലാവർക്കും കണ്ടാലേ മനസ്സിലാവൂ. അവർ തനിയെ വീണതല്ലാന്നും വീഴ്ചയിൽ തല പൊട്ടിയതല്ലാന്നും. നിനക്കൊന്നും പറ്റില്ല. എന്നെ പോലീസ് കൊണ്ടുപോയിക്കോട്ടെ. നീ അന്ന് പതിവ് പോലെ എങ്ങടേലും പോ. കൊൽക്കത്തയ്ക്ക് തന്നെ പോ. അയാൾ നിനക്ക് ജോലി ശരിയാക്കി തരും. നിന്റെ പുരുഷൻ വരും മുന്നേ പോയിക്കോ. അയാളോട് ഞാൻ പറഞ്ഞുകൊള്ളാം. അതുവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. പരിമള അർത്ഥമില്ലാതെ പുലമ്പി. അവളോട് താൻ കൊൽക്കത്തയെക്കുറിച്ചോ അജയനെക്കുറിച്ചോ പറഞ്ഞിരുന്നോ എന്ന് രത്നമേഖല അമ്പരന്നു. പരിമളം മേശയിൽ കിടന്ന അവളുടെ ഫോൺ എടുത്തു രത്നമേഖലയുടെ കയ്യിൽ കൊടുത്തു. നീ വിളിക്കേ. നിന്റെ മാമിയാർ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയും. കൊലകാരിയെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നും പറയും. എന്നെ കൊണ്ടുപോകും. അയാളെ കൊണ്ടുപോയ സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോകും. എനിക്ക് അയാളുടെ മുന്നിൽ കൂടി അവിടെ ചെന്ന് കയറണം. ആരുടെ? ജ്ഞാനശേഖരുടെയോ? നിനക്ക് വട്ട് പിടിച്ചോ? അയാളെ വല്ല സംശയത്തിനും ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയതാവും. വൈകുന്നേരത്തിന് തിരിച്ചു വരും. നീ എന്തൊക്കെയാ പറയുന്നു പരിമളം? ഒന്ന് റിലാക്സ് ആവൂ. നീ ഇവിടെ ഇരിക്കേ. നീ ഒന്നിരിക്കേ. രത്നമേഖലയുടെ അന്യങ്ങൾക്കൊന്നും പരിമളം വഴങ്ങാൻ തയ്യാറാവത്തുപോലെ തോന്നി. അവളുടെ മുഖത്ത് നിഴലും വെളിച്ചവും ഇടകലരുന്നതുപോലെ പല ഭാവങ്ങൾ വന്നുപോയി. ഏതോ അഗാധമായ ഗർത്തത്തിനരികിൽ ഉദാസീനനായി നിൽക്കുന്നത് പോലെയായിരുന്നു അവളുടെ മുഖം. ആദ്യത്തെ ചലനത്തിൽ തന്നെ അവൾ അതിനുള്ളിലേക്ക് ഊർന്നു വീഴും. രത്നമേഖലയ്ക്ക് അവളെ രക്ഷിച്ചേ മതിയാവൂ. നീ വീട്ടിലേക്ക് പോകുമോ? ഇത് ഞാൻ നോക്കിക്കൊള്ളും. നീ ഒന്നും ചെയ്തിട്ടില്ല. അവർ ആയുസ്സെത്തിയപ്പോൾ വീണു മരിച്ചു. മരണവെപ്രാളത്തിൽ താഴെ വീണതാവാം. നീ ഒന്നും ചെയ്തിട്ടില്ല. വർഷങ്ങളായി അനക്കമില്ലാതെ കിടക്കുന്ന വിനോദാമ്മ ഉണർന്നു താഴെ വീണുന്ന്. നീ എന്തൊക്കെ പറഞ്ഞാലും അത് നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നല്ലേ നിന്റെ ഭർത്താവ്? രത്നമേഖല ആ ഭയാനകമായ നിമിഷങ്ങളെ മറികടന്നെങ്ങനെയെന്ന് അവൾക്ക് ജീവിതത്തിലൊരിക്കലും കൃത്യമായി ഓർത്തെടുക്കാൻ കഴിഞ്ഞേക്കില്ല. ഒരു ഭാഗത്ത് മരിച്ചു കിടക്കുന്ന അമ്മ, മറുവശത്ത് മരിച്ചതിനേക്കാൾ മരവിച്ച് പരിമളം. രണ്ടിനുമിടയിൽ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. ഈ നിമിഷങ്ങളെ വേരോടെ പിഴുതെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അവൾ ഓർത്തു. അല്ലെങ്കിൽ തേപ്പ് തുണി കൊണ്ട് അമർത്തി തുറച്ച് ഒന്നും അവശേഷിക്കാത്ത വിധം എല്ലാം മായ്ച്ചു കളയണം. അപ്പോൾ വിനോദിനി വീണ്ടും കട്ടിലിൽ പാതി ബോധാവസ്ഥയിൽ കിടക്കും. പരിമളവും രത്നമേഖലയും ചായക്കപ്പുകളുമായിരുന്നു സംസാരിക്കും. ഇടയ്ക്കെപ്പോഴോ പുറത്തുനിന്ന് മരുതകം പരിമളത്തെ വിളിക്കുമ്പോൾ അവൾ വെപ്രാളത്തോടെ ഓടിപ്പോകും. പരിമളം വാശിയോടെ എല്ലാവരെയും വിളിക്കൂ എന്നാവശ്യപ്പെട്ടു. കുരുവിക്കുഞ്ഞിനെ കയ്യിലൊളിപ്പിച്ച പഴയൊരു കഥയിലെ കുട്ടിയെ പോലെയാണ് പരിമളമെന്ന് രത്നമേഖലയ്ക്ക് തോന്നി. കയ്യിലുള്ള കുരുവി ചത്തതാണോ ജീവനുള്ളതാണോ എന്ന ചോദ്യമാണ് കഥയിലെ വാശിക്കാരൻ കുട്ടിയുടേത്. ചത്തതാണെന്ന് പറഞ്ഞാൽ കുരുവിയെ പറത്തിവിടും. ജീവനുള്ളതെന്ന് പറഞ്ഞാൽ അതിനെ ഞെരിച്ചു കൊല്ലും. ഉത്തരം എന്തായാലും അവനത് തെറ്റിക്കും. പരിമളവും ഇപ്പോൾ അത്തരമൊരു വാശിയാണ് പ്രദർശിപ്പിക്കുന്നതെന്ന് രത്നമേഖലയ്ക്ക് മനസ്സിലായി. മറ്റുള്ളവരുടെ ഉത്തരം ഏതു തന്നെയായാലും അവൾ തെറ്റിക്കും. ശരിയായ ഉത്തരം അവളുടെ കൈക്കുള്ളിലാണ്. വീടിന് പുറത്തിറങ്ങി കാണുന്നവരോടൊക്കെ എൻ്റെ അമ്മായിയമ്മ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയെന്ന് രത്നമേഖല അമ്പരന്നു. പറഞ്ഞറിയിച്ച് ആൾക്കാരെ വിളിച്ചു വരുത്തേണ്ട കാര്യമല്ല അത്. നിലവിളി ഒച്ചകൾ ഉയരുമ്പോൾ ആളുകൾ ഓടി വരേണ്ടതാണ്. പിന്നെ കേട്ടറിഞ്ഞു. കുറച്ചു മുമ്പ് മരതകത്തിൻ്റെ നിലവിളിയാൽ വശീകരിക്കപ്പെട്ട് താൻ അതിൻ്റെ പിന്നാലെ പോയത് അങ്ങനെയാണ്. അവർക്ക് എത്ര വേഗം തനിക്ക് ചുറ്റും ഒരാൾക്കൂട്ടം തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. രത്നമേഖലയ്ക്ക് അത് സാധിക്കുകയില്ല. വിനോദിനിയുടെ മരണത്തിൽ അവൾക്ക് കരച്ചിൽ വരുമോ എന്ന് പോലും അറിയില്ല. ഇപ്പോഴാണെങ്കിൽ പരിമളത്തെക്കുറിച്ചും ഈ അസാധാരണ സാഹചര്യത്തെക്കുറിച്ചുമുള്ള ആദ്യമല്ലാതെ മനസ്സിൽ മറ്റൊന്നുമില്ല. അതുകൊണ്ട് രത്നമേഖല പോലീസിനെ വിളിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എൻ്റെ കൈകൊണ്ട് മരിച്ചിരിക്കുന്നെന്ന് പതർച്ചയില്ലാതെ പറഞ്ഞതിന് ശേഷം വിലാസവും പറഞ്ഞു കൊടുത്തു. മറുഭാഗത്ത് ആശയക്കുഴപ്പങ്ങളുണ്ടായെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇതൊരു വ്യാജ വാർത്തയാണെന്ന് അവർക്ക് തോന്നിയിരിക്കാം. തിരക്കിട്ട് വന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ വേഗം വരൂ എന്ന് മാത്രം പറഞ്ഞ് അവൾ കോൾ അവസാനിപ്പിച്ചു. പരിമളം അവൾ പറയുന്നത് ശ്രദ്ധയോടെ കാതോർക്കുകയായിരുന്നു. നീ എന്താണ് പറഞ്ഞത്? നീയല്ല, ഞാനാണ്. നീ പെട്ടെന്ന് പോയിക്കോളൂ. ഇതുപോലെ ഒരവസരം എനിക്ക് കിട്ടില്ല. നിനക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്. നീ പോ, കടവുളയോർത്ത് പോ. അവൾ ദയനീയമായി കൈക്കൂപ്പി. രത്നമേഖല പരിമളത്തിൻ്റെ കൈകളിൽ വിരലുകൾ കോർത്തു. ആദ്യം പോലീസ് വരട്ടെ. നീ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ഇത് ഞാൻ തന്നെയാണ്. അങ്ങനെ ഇരിക്കട്ടെ. ചിലപ്പോൾ ഇത്രയും വർഷങ്ങൾ ഇവരെ നോക്കി നോക്കി മനമൊടുത്ത് ഞാൻ തന്നെയാവും. എത്ര തവണ ഞാനത് രഹസ്യമായി ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇന്നെനിക്ക് അവസരം കിട്ടി. ഞാനത് ചെയ്തു. നീ നിൻ്റെ വീട്ടിലേക്ക് പോ. എന്താണ് ഇവിടെ നിൽക്കുന്നത്?
എൻ്റെ ഭർത്താവ് കണ്ടാൽ കൂടുതൽ പ്രശ്നമാവും. ദയവ് ചെയ്തു പോ. രത്നമേഖല ആവേശത്തോടെ പരിമളത്തെ ഉന്തിത്തള്ളി പിൻവാതിലിലൂടെ അവളെ പുറത്തു കടത്തി വാതിലടച്ചു. പരിമളം വാതിലിൽ ശക്തമായി മുട്ടുന്നത് അവഗണിച്ച് അവൾ അകത്തേക്ക് കയറി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് രത്നമേഖലയ്ക്ക് മനസ്സിലായില്ല. വാതിൽക്കൽ ചെന്ന് നിലത്ത് കിടക്കുന്ന ദേഹം നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് താൻ തന്നെയാണ് വിനോദിനിയെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന് തോന്നി തുടങ്ങി. പരിമളം എന്തിനതും ചെയ്യണം? തൻ്റെ ജീവിതത്തിനകത്ത് കയറി അവൾ എന്തിന് വിപിനൻ്റെ അമ്മയെ തലയ്ക്കടിച്ചു കൊല്ലണം? വാതിലിന്മേലുള്ള കൊട്ടുകൾ തളർന്ന് തീർത്തും ഇല്ലാതാവുന്നത് രത്നമേഖലയെ അറിഞ്ഞു. പരിമളം തിരിച്ചു പോയിരിക്കും. വിനോദിനിയെ തൊടാനോ രക്തം തുടയ്ക്കാനോ അവൾ ശ്രമിച്ചില്ല. വീണുകിടന്ന സ്റ്റൂൾ നേരെ എടുത്തു വെച്ചു. അതിന്മേൽ ഏതോ ദേവിയുടെ ഫോട്ടോ വെച്ചിരുന്നു. അതിനു മുന്നിലായിരുന്നു ആ ഓറഞ്ച് നിറം കുങ്കുമം സൂക്ഷിക്കുന്ന അളുക്ക് രത്നമേഖല ആദ്യം കണ്ടത്. അവൾ ഒരിക്കലും അതിൻ്റെ സ്ഥാനം മാറ്റിയിരുന്നില്ല. നിലത്ത് ചിതറിക്കിടക്കുന്ന സാധനങ്ങൾ അവൾ പെറുക്കിക്കൂട്ടി സ്റ്റൂളിന് മീതെ വെച്ചു. പിന്നെ വിപിനെ വിളിച്ചറിയിക്കണമോ എന്നൊരു നിമിഷം ആലോചിച്ചു. ഞാൻ നിങ്ങളുടെ അമ്മയെ കുറച്ചു മുമ്പ് ഇല്ലാതാക്കി എന്നോ തലക്കടിച്ച് കൊന്നുകളഞ്ഞു എന്നോ പറയുന്നതിലെ ക്രൂരത അവളെ ഭയപ്പെടുത്തി. വിപിനൻ അർഹിക്കുന്നുണ്ടെങ്കിലും ആദ്യം പോലീസ് വരട്ടെ, ബാക്കി അവരായിക്കൊള്ളും. അവൾ മുൻവാതിലിൻ്റെ കൊളുത്തുകൾ നീക്കി അത് പാതി തുറന്നിട്ടു. പിന്നെ അടുക്കളത്തലത്തിലെ മേശമേൽ തലചായ്ച്ച് തൻ്റെ വിധിക്കായി കാത്തിരുന്നു. മനഃശാന്തിയിലേക്കുള്ള വഴി ചിന്തകളെ പിന്തുടരുകയോ അടിച്ചമർത്താൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് ശ്വസിക്കലാണെന്ന മാർഗമൊന്നും രത്നമേഖലയ്ക്കറിയില്ല. പക്ഷേ അവൾ അതാണ് ചെയ്തത്. അതിശയകരമായ വിധത്തിൽ അതവളെ സ്വസ്ഥയാക്കുകയും ചെയ്തു. അന്നത്തെ ദിവസം എത്ര സാധാരണമായാണ് തുടങ്ങിയതെന്ന് പരിമളം ഓർത്തു. പുലർച്ചയ്ക്ക് എണീറ്റതും പതിവ് പോലെ MS-ൻ്റെ സുപ്രഭാതം ഓൺ ചെയ്തു വെച്ച് മാമിയാർ പൂ കെട്ടാൻ തുടങ്ങി. തലേനിറത്ത് വെള്ളം തളിച്ചു വെച്ച മുട്ടുകൾ മുക്കാലും വിടർന്നിട്ടുണ്ട്. പരിമളം മുറ്റമടിച്ച് തളിച്ച് കോലം വരച്ചു. എന്നും ഇടുന്നതിനേക്കാൾ ഭംഗിയും സങ്കീർണതയുമുള്ള ഒരു ഡിസൈനായിരുന്നു അത്. അകത്ത് കയറി പോകും മുൻപ് അവളത് ചാഞ്ഞു ചെരിഞ്ഞു നോക്കി ആസ്വദിച്ചു. ജ്ഞാനശേഖർ നൈറ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് വിളമ്പാൻ ഭക്ഷണം തയ്യാറാക്കാൻ ആരംഭിച്ചു. ഉലുവയുടെയും ഉഴുന്നിൻ്റെയും സുഗന്ധമുയരുന്ന മാവ് ഉപ്പ് ചേർത്തിളക്കി ഇഡലിത്തട്ടിൽ കോരിയൊഴിച്ച് അടുപ്പിൽ വെച്ചു. പാല് വന്നപ്പോൾ മാമിയാർക്ക് കാപ്പി വെച്ചു കൊടുത്തു. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ നുറുക്കി പരിപ്പ് കഴുകി കുക്കറിലിട്ടു. എല്ലാം എന്നും ചെയ്യുന്നതൊക്കെ തന്നെ. അത്രയും കഴിഞ്ഞപ്പോൾ ജ്ഞാനശേഖർ എത്തി. അയാൾ കുളിക്കാൻ കയറിയപ്പോഴേക്കും മാമിയാർ അടുക്കളയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അതിവേഗത്തിൽ അവർ സാമ്പാറും പൊട്ടുകടല ചട്നിയും തയ്യാറാക്കി. ആവി പൊങ്ങുന്ന ഇഡലിക്കൊപ്പം മകന് വിളമ്പപ്പോൾ പരിമളം പിന്നിലെ വാതിലൂടെ പുറത്തേക്കിറങ്ങി. കുടത്തിൽ വെള്ളം പിടിച്ച് ചെടികൾ നനച്ചു. ഇടയ്ക്ക് രത്നമേഖല പുറത്ത് എങ്ങാനുമുണ്ടോ എന്ന് നോക്കി. തലേന്നത്തെ ചോറ് കുറച്ചധികം ബാക്കി വന്നത് അരച്ചെടുത്ത് കായപ്പൊടിയും മുളകും ചേർത്ത് വറ്റലുണ്ടാക്കണമെന്ന് അവൾ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം ജ്ഞാനശേഖർ ഉറങ്ങാൻ കിടക്കണം. അതിനുശേഷമേ അവൾ അകത്തേക്ക് പോകുന്നുള്ളൂ. ഉച്ചവരെ എല്ലാം സ്വാഭാവികമായി ഒഴുകി നീങ്ങി. മുറ്റത്തെ ഇരുമ്പുകട്ടിലിൽ പഴയ ചേല വിരിച്ച് അതിന്മേലേക്ക് സേവനാഴി പിഴിഞ്ഞ് അവൾ പല ആകൃതിയിലുള്ള കൊണ്ടാട്ടങ്ങളുണ്ടാക്കി. ഇടയ്ക്ക് പൂ വാങ്ങാൻ ആരൊക്കെയോ വന്നു. മാമിയാർ അപ്പുറത്തേതോ വീട്ടിലേക്ക് പോയി. ജ്ഞാനശേഖർ ഉണർന്ന് ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ അവളും മാമിയാരും ഉണ്ണൂ. അയാളാണെങ്കിൽ 2 മണിയെങ്കിലും കഴിയാതെ ഉണരുകയുമില്ല. നൈറ്റ് ഓഫിൻ്റെ ദിവസങ്ങളിൽ പണ്ടൊക്കെ ശാപ്പാട് കഴിഞ്ഞ് ജ്ഞാനശേഖർ പുറത്തു പോകും. പിന്നെ രാത്രിയെ മടങ്ങി വരാറുണ്ടായിരുന്നുള്ളൂ. എവിടെയാണ് പോകുന്നതെന്ന് പരിമളത്തിനറിയില്ല. കെട്ടപ്പഴക്കം ഒന്നുമില്ലല്ലോ എന്ന മരതകവും അതിനെ ഗൗരവത്തിലെടുക്കാറില്ല. ഇപ്പോഴൊക്കെ അയാൾ ഊണ് കഴിച്ച് പിന്നെയും കിടന്നിറങ്ങുകയാണ് പതിവ്. ആ സമയമൊക്കെ പരിമളത്തിന് ശ്വാസം മുട്ടും. അയാൾ വീട്ടിലില്ലാത്തതാണ് അവൾക്ക് ആശ്വാസം. അകത്ത് ചെന്ന് വെള്ളം കുടിച്ച് അടുക്കള അലമാരിയിലെ കുപ്പിയിൽ നിന്ന് ഒരു ഉണങ്ങിയ മാങ്ങ കഷ്ണം വായിലിട്ടലിയിച്ചു. തിരിച്ച് തൻ്റെ കൊണ്ടാട്ടങ്ങൾക്കിടയിലെത്തിയ സമയത്താണ് പോലീസ് ജീപ്പ് വന്നതും അതിൽ നിന്നിറങ്ങിയവർ ജ്ഞാനശേഖരനെ അന്വേഷിച്ചതും. അവൾ അമ്പരപ്പോടെ ഉള്ളിലേക്ക് കൈ ചൂണ്ടി. ആ 4 പേരും രാവിലെ അവളിട്ട കോലം ചവിട്ടി മെതിച്ച് അകത്തേക്ക് പോയി. ആകൃതി നഷ്ടപ്പെട്ട് വെള്ളാരം കരിയൽപ്പൊടി മാത്രമായി അതവിടെ ചിതറിക്കിടന്നു. അകത്ത് കയറി ചെല്ലാൻ പരിമളത്തിന് ഭയം തോന്നി. അവരെന്തിനാവും വന്നത്? അവരെ നേരെ അകത്തേക്ക് കയറ്റി വിട്ടതിന് ജ്ഞാനശേഖരൻ്റെ ചീത്ത കേൾക്കേണ്ടി വരും. വന്നവരെ പുറത്തു നിർത്തി താനകത്ത് പോയി ഭർത്താവിനെ വിളിച്ചുണർത്തുകയായിരുന്നു വേണ്ടത്. പകരം ഒരു ബന്ധവുമില്ലാത്ത പോലെ ഉള്ളിലേക്ക് ചൂണ്ടിക്കാണിച്ചു. വന്നവരും വിചാരിച്ചിട്ടുണ്ടാവില്ല താനാ വീട്ടിലേതാണെന്ന്. ഏതോ അയൽക്കാരി അല്ലെങ്കിൽ പുറം പണിക്കാരി എന്ന് കരുതിയിട്ടുണ്ടാവും. മാമിയാർ വേഗം വന്നെങ്കിലെന്ന് അവൾ ഓർത്തു. മുറിയിൽ കയറി നോക്കണമെന്നുണ്ടായിരുന്നെങ്കിലും പരിമളത്തിന് ധൈര്യം വന്നില്ല. അവൾ ആ ലൈനിൻ്റെ അറ്റത്തുള്ള സരോജ മാമിയുടെ വീട്ടിലേക്ക് ഓടി. ചിലപ്പോഴൊക്കെ മാമിയാരവിടെ വർത്തമാനത്തിന് പോകാറുണ്ട്. ഭാഗ്യത്തിന് അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. വെയിലത്ത് കിതച്ചും തളർന്നും ഓടിവരുന്ന പരിമളത്തെ കണ്ട് അസാധാരണമായതെന്തോ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കിയതിനാലാവും ഒന്നും ചോദിക്കാതെ മാമിയാർ ശീഘ്രം വാ എന്ന് അവളെയും കൂട്ടി വേഗത്തിൽ തിരിച്ചു നടന്നു. എന്നാച്ച് പരിമളം എന്ന് വേവലാതിപ്പെട്ട് സരോജിനി മാമിയും കൂടെയുള്ള സ്ത്രീകളും പിന്നാലെ വന്നു.
ജ്ഞാനശേഖരനെ തിരഞ്ഞ് പോലീസ് വന്നെന്നും അവരിപ്പോൾ വീടിനുള്ളിലുണ്ടെന്നും പറഞ്ഞുവെന്നും തിരക്കിട്ടോടുന്നതിനിടയിൽ മാമിയാർ കേട്ടതുപോലുമില്ല. വീട്ടിലെത്തിയതും അവർ അകത്തേക്ക് കുതിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ പരിമളം പുറത്തു തന്നെ നിൽക്കുന്നത് കണ്ട് സരോജ മാമി അവളോട് അകത്തേക്ക് കയറി നോക്കാൻ ആവശ്യപ്പെട്ടു. നിന്റെ വീടാണ്, ഇങ്ങനെ ഒഴിഞ്ഞുമാറി പുറത്ത് നിൽക്കേണ്ടവളല്ല നീ. കയറി നോക്ക്, എന്താ നടക്കുന്നതെന്ന് അവർ ശാസിച്ചു. അകത്തെ മുറിയിൽ ജ്ഞാനശേഖരനെ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുകയായിരുന്നു. മുഖത്ത് നോക്കാതെ തലകുമ്പിട്ടിരുന്ന അയാൾ മറുപടി പറയുന്നു. ഒരിക്കലും നേരെ മുഖത്ത് നോക്കി ജ്ഞാനശേഖർ മിണ്ടാറില്ലെന്ന കാര്യം പരിമളത്തിന് ആദ്യമായി ഓർമ്മ വന്നു. മുഖത്ത് നോക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ പതറിപ്പോവും. മറ്റെങ്ങോട്ടെങ്കിലും നോക്കിയിട്ടോ മറ്റാരോടെങ്കിലും പറയുന്നത് പോലെയോ മാത്രമേ അയാൾ സംസാരിക്കാറുള്ളൂ. ഒന്നിച്ച് സിനിമയ്ക്ക് പോയിട്ടുണ്ട്, കോവിലിൽ പോയിട്ടുണ്ട്. ഒന്നിച്ച് എന്ന് പറയാൻ പറ്റില്ല. ഒരേ സമയത്ത് ഒരേ വീട്ടിൽ നിന്നിറങ്ങിയതുകൊണ്ടോ ഒരേ സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടോ അത് ഒന്നിച്ചുള്ള യാത്രയാവില്ല. അപ്പോഴൊന്നും അയാൾ പരിമളത്തിൻ്റെ മുഖത്ത് നോക്കി രണ്ടു വാക്ക് സംസാരിച്ചിട്ടില്ല. ആ വഴി പോ, ഇവിടെ നിൽക്ക് എന്നൊക്കെ ആരോടുമല്ലാതെ പിറുപിറുക്കുക മാത്രം ചെയ്യും. അവളെ തൻ്റെ പിന്നിൽ കണ്ടപ്പോൾ മരതകം അവളോട് അടുക്കളയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. പരിമള അടുക്കളയിൽ ചുറ്റിത്തിരിഞ്ഞു. അടച്ചുവെച്ച വിഭവങ്ങൾ നിറഞ്ഞ പാത്രങ്ങൾ കണ്ടപ്പോൾ കഠിനമായി വിശന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇനി എപ്പോഴാണ് ശാപ്പാട് കഴിക്കാൻ പറ്റുമെന്ന് ഓർത്തപ്പോൾ വിശപ്പ് അധികമായി. ഗ്ലാസ്സിൽ വെള്ളം പാർന്നു കുടിക്കുന്നതിനിടയിൽ അവൾക്ക് അപ്പുറത്തു നിന്നുള്ള സംസാരത്തിൻ്റെ പൊട്ടും പൊടികളും കേൾക്കേണ്ടി വന്നു. ഒരുപക്ഷെ ഏതാനും നിമിഷങ്ങൾ മാത്രമായിരുന്നിരിക്കും അത്. പരിമളത്തിനത് യുഗങ്ങളോളം ദീർഘിച്ചതുപോലെ തോന്നി. അവിടെ നിന്ന് കേട്ടതൊക്കെ അടുക്കി പെറുക്കി വെച്ചാൽ അവൾക്കതൊരു കഥയാക്കിയെടുക്കാം. കടശി വീട്ടിലെ മരണവുമായി ബന്ധപ്പെട്ടാണ് അവർ വന്നിരിക്കുന്നത്. അന്വേഷണം പൂർത്തിയായിരിക്കുന്നു. ആ ചെറുപ്പക്കാരൻ്റേത് ആത്മഹത്യ തന്നെയാണ്. പക്ഷേ അതിനുള്ള പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാനാണ് ജ്ഞാനശേഖർ തേടി പോലീസ് വന്നിരിക്കുന്നത്. ആവശ്യമായ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. മരിച്ചയാളുടെ ഫോൺ സന്ദേശങ്ങൾ, മണിക്കൂറുകൾ നീണ്ട കോളുകൾ, എല്ലാത്തിലും ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധം ജ്ഞാനശേഖറിൻ്റെ ഗന്ധവും സ്പർശവും പുരണ്ടിരിക്കുന്നു. അവനുമായി മരണത്തിനു മുൻപുള്ള ദിവസങ്ങളിൽ കലഹമുണ്ടായെന്ന് ജ്ഞാനശേഖർ തലയാട്ടി സമ്മതിക്കുന്നത് ചെറിയ കിളിവാതിലിലൂടെ പരിമളം കണ്ടു. ഊരുക്കുപോയ വൈഫ് തിരുമ്പി വന്നത് അവന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തിരിച്ചു വിളിച്ചതാണെന്ന് വാക്കും വക്കാണവും ഉണ്ടാക്കി. അല്ലാന്ന് എത്ര പറഞ്ഞിട്ടും വിശ്വാസമായില്ല. ജ്ഞാനശേഖരൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അയാൾ പുറം കൈകൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നത് പരിമളം മരവിപ്പോടെ കണ്ടു. മരതകം നിലവിളിയോടെ തലയ്ക്കടിക്കുന്നു. കട്ടിമീശയുള്ള ഒരു പോലീസുകാരൻ തിരിഞ്ഞു ശാസനയോട് നോക്കിയതും അവരുടെ കരച്ചിൽ പാതിയിൽ മുറിഞ്ഞു. അന്നും കുറേ പ്രശ്നമുണ്ടാക്കി. എത്രയൊക്കെ പറഞ്ഞു അവനോടാണ് സ്നേഹമെന്ന്, അവനോട് മാത്രമാണ് ബന്ധമെന്ന്. പക്ഷേ പറഞ്ഞതൊന്നും കേൾക്കാതെ കലമ്പി. അവസാനം ഞാൻ എല്ലാം അവസാനിപ്പിച്ചു എന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോന്നു. രാത്രി അവൻ കുറേ വിളിച്ചു. പിണക്കവും ദേഷ്യവുമൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ ആദ്യമൊന്നും എടുത്തില്ല. പിന്നെ നൈറ്റ് ഡ്യൂട്ടിയും തിരക്കായി. മെസ്സേജും നോക്കിയില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമെന്ന് ഇത്തവണ ജ്ഞാനശേഖർ ഏങ്ങലടിക്കുന്നത് പരിമളം കേട്ടു. കസേരയിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നതൊന്നും പരിമളം കേൾക്കുന്നില്ലായിരുന്നു. പക്ഷേ അതിശയമായിരുന്നു ജ്ഞാനശേഖരൻ്റെ ഉത്തരങ്ങൾ. അവൾക്ക് സൂക്ഷ്മതയോടും വിശദാംശങ്ങളോടും കൂടി കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞതും പോയി നോക്കി. വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ ഊருக்கு പോയിക്കാണെന്നേ കരുതിയുള്ളൂ. വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫും. തലേന്ന് അയച്ച മെസ്സേജൊക്കെ വലിയ സങ്കടത്തിലായിരുന്നു. ഇടയ്ക്കൊക്കെ ഇത് പതിവായതുകൊണ്ട് ഞാനത്ര കാര്യമാക്കിയില്ല. പിന്നെ അത്രയും ദിവസവും ഞാൻ വിളിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. പുരുഷന്മാരുടെ കരച്ചിൽ എത്ര ആഭാസമാണെന്ന് ജ്ഞാനശേഖരൻ നോക്കിയിരിക്കുമ്പോൾ പരിമളത്തിന് വ്യക്തമായി. അധികം കഴിയാതെ അയാളെ അവർ എഴുന്നേൽപ്പിച്ചു. ഇപ്പോൾ വീഴുമെന്ന ഭാവത്തിൽ നിൽക്കുന്ന അയാൾ നാലുപാടും പതറി നോക്കുന്നത് കണ്ട് ആ നോട്ടം തൻ്റെ മേലെ വീഴരുതെന്ന വാശിയോടെ പരിമളം കിളിവാതിലിനരികിൽ നിന്ന് തല പിൻവലിച്ചു. രക്ഷപ്പെട്ട ആശ്വാസത്തോടെ ചുമരിൽ ചാരി നെഞ്ചത്ത് കൈവച്ച് നിശ്വസിക്കുമ്പോൾ അവൾക്ക് ഒരു തരി പോലും സങ്കടമില്ലായിരുന്നു. തന്നെ ഒറ്റപ്പെടലിലേക്കും മരണത്തിലേക്കും തള്ളിയിട്ട് ഇറങ്ങിപ്പോയവനെതിരെ വേണ്ടത്ര തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടാണ് ആ ചെറുപ്പക്കാരൻ സ്വയം മരിച്ചത്. മരണത്തിന് ഉത്തരവാദി ജ്ഞാനശേഖറാണെന്നും അവൻ ഫോണിൽ എഴുതി വച്ചിരിക്കുന്നു. പോലീസുകാരുടെ സംഘം ജ്ഞാനശേഖരെ പുറത്തേക്ക് ഇറക്കിയപ്പോഴാവണം മരതകത്തിൻ്റെ നിലവിളി ഉച്ചസ്ഥായിയിൽ ഉണർന്നത്. കരച്ചിലിൻ്റെ ഒച്ച അകന്നു പോകുന്നത് ചുമര് ചാരി നിന്ന് അവൾ അറിഞ്ഞു. എന്താണ് ചെയ്യേണ്ടതെന്ന് പരിമളത്തിന് മനസ്സിലായില്ല. അവളുടെ നിലനിൽപ്പിനെയും അഭിമാനത്തെയും ഒറ്റയടിക്ക് റദ്ദ് ചെയ്യുകയായിരുന്നു മരിച്ചുപോയ ചെറുപ്പക്കാരനും ജ്ഞാനശേഖറും. പേര് പോലും അറിയാത്ത അവനു വേണ്ടി അവൾ എത്ര വിഷമിച്ചിരുന്നു. അവനെ വഞ്ചിച്ച അജ്ഞാതനായ കാമുകിയെ ഉള്ളു ചുട്ടു പ്രാഗിയിട്ടുണ്ട്. പൂ വാങ്ങാൻ വരുന്ന അവൻ്റെ തെളിഞ്ഞ ചിരി എത്ര ചന്തമായിരുന്നു. എല്ലാ തവണയും അവൾ മാമി അറിയാതെ അധികം പൂവ് കൊടുക്കുമായിരുന്നു. അത് പ്രണയം കൂടി പുരണ്ട് കൂടുതൽ സുഗന്ധത്തോടെ ഒരുവൾക്ക് സമ്മാനിക്കപ്പെടുമല്ലോ എന്നോർക്കുമ്പോഴൊക്കെ അവൾക്ക് രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അതെല്ലാം അവൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? പരിമളം ആലോചിച്ചു. അടർത്തി കിടക്കയിൽ വിതറിയിട്ടുണ്ടാവും. അവൻ്റെ കാമുകൻ്റെ കൈത്തണ്ടയിൽ ചുറ്റിക്കൊടുത്തിട്ടുണ്ടാവും. അവന് തൻ്റെ കയ്യിൽ നിന്ന് പൂ വാങ്ങാതിരിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. പിശാച്! നശിങ്കമാ പോ, ചത്താലും ഗതി പിടിക്കാതെ അഴുതു പോ. അവൾ പല്ലിറുമി അറിയാവുന്ന ചീത്തകളൊക്കെ ഉരുവിട്ടു. വളരെ ദൂരെ നിന്നോണം ഒച്ചകൾ അവളുടെ ചെവിയിൽ വന്നലയ്ക്കുന്നുണ്ടായിരുന്നു. ആ ചെറിയ ക്വാർട്ടേഴ്സ് കവാടങ്ങളില്ലാത്ത ഒരു ഗുഹയാണെന്നും
അതിൽ നിന്ന് ഏതു വിധേനയും രക്ഷപ്പെടണമെന്നും അവൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി നാലു ചുറ്റും അവൾ പരതി. എവിടെയും പുറത്തേക്ക് പഴുതുകൾ കണ്ടില്ല. വിരലുകൾ കൊണ്ട് ചുവരുകൾ മാന്തി നോക്കി. നഖങ്ങൾ ഒടിഞ്ഞതല്ലാതെ അവൾക്കൊരു വഴിയും തെളിഞ്ഞു വന്നില്ല. താനൊരു മാളമുണ്ടാക്കി അതിലൂടെ രക്ഷപ്പെടേണ്ടി വരുമെന്ന് പരിമളത്തിന് തോന്നി. രക്ഷപ്പെട്ടേ മതിയാവൂ. ഈ വീട് തന്നെ ശ്വാസം മുട്ടിച്ചു കൊല്ലും. മരണവെപ്രാളത്തോടെയുള്ള പരതിലുകൾക്കിടയിൽ എപ്പോഴോ പരിമളത്തിന് പിൻവശത്തേക്കുള്ള വാതിൽ കണ്ടെത്താനായി. പാതിചാരിയ അവസ്ഥയിൽ അതവിടെ മുന്നേയുണ്ടായിരുന്നു. കണ്ടെത്താൻ വൈകിയതോർത്ത് അവൾ അമ്പരന്നു. വീർപ്പും മുട്ടലോടെ ആ വാതിൽ വലിച്ചു തുറന്ന് പരിമളം പുറത്തു ചാടി. തന്നെ ആരെങ്കിലും പിടിച്ചു വലിച്ച് വീണ്ടും അതിനകത്തിട്ട് പൂട്ടുമെന്ന് അവൾക്ക് ഭയമുണ്ടായിരുന്നു. ഒളിച്ചിരിക്കുകയാണ് വേണ്ടത്. ചെറിയ മുൾവേലി ചാടിക്കടന്ന് രത്നമേഖലയുടെ വീടിൻ്റെ പിൻമുറ്റത്തെത്തിയപ്പോൾ അവൾ തുറന്നു കിടക്കുന്ന വാതിൽ കാണുകയും ഓടി അതിനകത്ത് കയറുകയും ചെയ്തു. തുറന്നു കണ്ട വാതിലുകളെല്ലാം കടന്ന് ഒടുവിൽ വിനോദിനി കിടക്കുന്ന മുറിയിൽ ആ പ്രയാണം അവസാനിച്ചു. ഇനി എന്ത് എന്ന് പരിമളത്തിന് മനസ്സിലായില്ല. അവൾക്ക് ആരോടെങ്കിലും കഴിഞ്ഞു പോയതിനെപ്പറ്റി സംസാരിക്കണമായിരുന്നു. രത്നമേഖല മുറിക്കുള്ളിൽ ഇല്ലെന്നല്ല, വീടിനുള്ളിൽ തന്നെ ഇല്ല എന്നവൾക്ക് മനസ്സിലായി. വിനോദിനിയുടെ കിടക്കക്കരികിൽ കുനിഞ്ഞു നിന്ന് അവൾ അവരെ ശക്തമായി കുലുക്കി ഉണർത്താൻ ശ്രമിച്ചു. അവരുടെ കണ്ണുകൾ മിഴിഞ്ഞു വരുന്നതും അതിൽ ഭയം കുമിഞ്ഞു കൂടുന്നതും അവൾ കണ്ടു. ജ്ഞാനശേഖരനെയും വിപിനെയും പോലത്തെ ആൺമക്കളെ പെറ്റ വയറുകളൊക്കെ ചത്താലും ഉതകാത് എന്നവൾ വിനോദിനിയുടെ ചെവിക്കരികിൽ ചുണ്ടുകൾ അടുപ്പിച്ച് ഉറക്കെ ശപിച്ചു. വിപിനെ പെറ്റതുകൊണ്ട് മാത്രം നിന്റെ വയറ് അഴുതു പോട്ടെ, ഒരു കാലവും നിമ്മതി കിടയാതെ പോട്ടെ. അന്ത നായ ജ്ഞാനശേഖരുടെ അമ്മാവുക്കും അതുതന്നെ ഗതി. അവളുടെ ഒച്ച ഉയർന്നു. വിനോദിനിക്ക് അരികിലടുപ്പിച്ച ചുണ്ടുകൾ തീ പിടിച്ച പോലെ പൊള്ളി. ഇടയ്ക്ക് എപ്പോഴോ തൻ്റെ കാലുകൾ നിലം വിടുന്നതായും താൻ ഉയർന്നു പോകുന്നതായും തോന്നിത്തുടങ്ങിയപ്പോൾ പരിമളം വിനോദിനിയുടെ ദേഹത്ത് അള്ളിപ്പിടിച്ചു. ശരീരത്തിന് അതിൻ്റെ സമനില നഷ്ടപ്പെടുന്നു. താൻ തന്നിൽ നിന്ന് വേർപെട്ട് തിരശ്ചീനമായി ഉയർന്നതായും ഏതോ പൂത്തുലഞ്ഞ ചെണ്ടുമല്ലിത്തോട്ടത്തിനുള്ളിൽ എവിടെയോ ആണ് താനിപ്പോഴെന്നും അവൾക്ക് തോന്നി. കണ്ണിൽ കുത്തുന്ന ആ മഞ്ഞ നിറം പുറത്തെ വെയിലിനേക്കാളും തീക്ഷ്ണമായിരുന്നു. ചെണ്ടുമല്ലികൾ പൂത്തുമലർന്ന് കാറ്റിലാടുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ അലകൾ ഇളകുന്ന ഒരു മഞ്ഞ കടൽ പോലെ. യഥാർത്ഥ ലോകത്തു നിന്ന് വേർപെട്ട് താൻ ഈ തോട്ടത്തിൽ എത്തിയിരിക്കുന്നുവെന്ന തോന്നലിൽ അവൾ വിസ്മയിച്ചു. താൻ കടുത്ത ഉന്മാദത്തിലൂടെ കടന്നു പോവുകയാണെന്നും അവ തന്നെ വിഴുങ്ങുമെന്നുള്ള ഭീതിയിൽ അവൾ ഇവിടെ തന്നെ ഏതു വിധേനയും പിടിച്ചു നിൽക്കാൻ വെമ്പൽ പോട്ടു. ഈ ലോകത്ത് തന്നെ നിൽക്കണം, യാഥാർത്ഥ്യബോധത്തോടെ തന്നെ നിലനിൽക്കണം. അവളുടെ മനസ്സും ശരീരവും അതിശക്തമായി തിരിച്ചുവരവിന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി കഠിനമായി പ്രയത്നിച്ചു. ആ മഞ്ഞ കടൽ തിരകളിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെട്ടേ മതിയാവൂ. കത്തുന്ന ഉച്ചനേരത്ത് ഇരുണ്ട തണുപ്പ് പടർന്ന ഡെറ്റോളിൻ്റെയും യൂഡിക്കൊളോണിൻ്റെയും മണം പുരണ്ട കുഞ്ഞു മുറിയിലായിരുന്നു അവൾ. അവിടെ തന്നെ തിരിച്ചെത്തണം. ഏതാനും നിമിഷങ്ങൾ മാത്രമായിരുന്നു ആ സന്നിഗ്ധാവസ്ഥ. ആ കുറച്ചു നേരം ഉന്മാദകരമായ മാനസികാവസ്ഥകളും വിഭ്രാന്തികളും അവളെ അയഥാർത്ഥമായ ഏതൊക്കെയോ പ്രതീതികളിലൂടെ സഞ്ചരിപ്പിച്ചിട്ടുണ്ടാവണം. തിരിച്ചെത്തുമ്പോൾ അതിലേറെ വിചിത്രവും ഭീകരവുമായ കാഴ്ചയാണ് അവളുടെ കൺമുമ്പിൽ തെളിഞ്ഞത്. വിനോദിനി ചോരയൊലിപ്പിച്ച് നിലത്ത് കിടക്കുന്നു. ആരാണത് ചെയ്തതെന്ന് അവൾ പരതി. ആരുമില്ല ചുറ്റും. താൻ ചെണ്ടുമല്ലിപ്പാടത്തിലേക്ക് പോയ നിമിഷങ്ങളിൽ ആരോ ഒളിച്ചു കയറി അവരെ വീഴ്ത്തിയിട്ടിരിക്കുന്നു. അവൾ തൻ്റെ കൈകൾ വാസനിച്ചു നോക്കി. ചോരയുടെ മണമല്ല, ചെണ്ടുമല്ലിയുടെ സുഗന്ധം. ആര് ചെയ്തതായാലും താൻ തന്നെ ഈ കൊലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് പരിമളത്തിന് പെട്ടെന്ന് വ്യക്തമായി. പക്ഷേ അവൾക്ക് താൻ നടത്താത്ത ഉടനടി തൻ്റെ മേൽ പതിച്ചു കിട്ടാൻ പോകുന്ന ഈ ഹിംസയിൽ ഉന്മാദമാണ് തോന്നിയത്. പഞ്ചപാവമെന്ന് എല്ലാവരും വിചാരിക്കുന്ന ആർക്കും എങ്ങനെയും തട്ടിക്കളിക്കാവുന്ന ഒരു വിളയാട്ടു ബൊമ്മയായിരുന്നു പരിമളം ഇത്ര കാലവും. അതുകൊണ്ടാണ് അവളുടെ പുരുഷൻ ആ വാക്കു പറയുമ്പോൾ അവൾ കറച്ചുപോയി. അവളെ ഇത്രയൊക്കെ അവഗണിച്ചതും അപമാനിച്ചതും. മാമിയാർ അവളെയൊരു കൗതുക വസ്തുവായി എന്നും പരിഗണിച്ചിട്ടുള്ളൂ. കൂടുതൽ കൗതുകമുള്ളത് കിട്ടിയപ്പോൾ വലിച്ചെറിഞ്ഞു. അതിൻ്റെ പുതുമ തീർന്നപ്പോൾ പഴയത് തപ്പിപ്പിടിച്ച് പൊടി തട്ടിയെടുത്തു. വേറൊന്ന് കിട്ടുമ്പോൾ ഇനിയും ഉപേക്ഷിക്കപ്പെടാം. ഇപ്പോഴിതാ അവൾക്കും ആദ്യമായി ഒരു അസ്തിത്വമുണ്ടായിരിക്കുന്നു. അവളും ഒരു പ്രധാന വ്യക്തിയായിരിക്കുന്നു. പോലീസ് വരുന്നതും തന്നെ ചോദ്യം ചെയ്യുന്നതും അതിശയത്തോടെ നോക്കി നിൽക്കുന്നവർക്കിടയിലൂടെ കൊണ്ടുപോയി ജീപ്പിൽ കയറ്റുന്നതുമൊക്കെ സങ്കല്പിച്ചപ്പോൾ പരിമളത്തിന് ഉള്ളിലൊരു ആന്തലുയർന്നു. അത് പക്ഷേ ഭയം കൊണ്ടായിരുന്നില്ല. കോട്ടമൈതാനത്ത് എന്തോ പ്രദർശനം വന്നപ്പോൾ അവൾ മാമിയാർക്കൊപ്പം ആകാശയൂഞ്ഞാലിൽ കയറിയപ്പോഴും ഇങ്ങനെയായിരുന്നു. ഭയന്നു വിറച്ചാണ് അവൾ കയറിയത്. പക്ഷേ കറങ്ങാൻ തുടങ്ങിയപ്പോൾ മാമിയാർ പേടിച്ചലറി വിളിച്ചു തുടങ്ങി. പരിമളമാകട്ടെ അതിശയകരമായൊരു ആഹ്ലാദമാണ് അന്ന് അനുഭവിച്ചത്. അതിൻ്റെ ഓരോ ചലനവും കറക്കവും അവളെ ഉത്തേജിതയാക്കി. അതിൽ നിന്നിറങ്ങരുതെന്നും അനന്തകാലം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണമെന്നും അവൾക്ക് മോഹം തോന്നി. ഇപ്പോഴും അതേ തോന്നൽ, അതേ അനുഭൂതി. മുറിയിലെ ഇരുട്ടിൽ അവൾ പതുങ്ങി നിന്നു. അവളുടെ സിരകളിലെ രക്തം കുതിച്ചോടുകയും ഹൃദയം ഉറക്കെ മിടിച്ച് പുറത്തു ചാടാൻ വെമ്പുകയും ചെയ്തു. നിലത്ത് കിടക്കുന്ന പിണത്തിൻ്റെ കാഴ്ച ഓരോ നിമിഷവും
അവളിൽ ഉത്സാഹം പടർത്തിക്കൊണ്ടിരുന്നു. പരിമളത്തിൻ്റെ ഉള്ളിലെ ആവേശവും ആഹ്ലാദവും പക്ഷേ രത്നമേഖല അകത്ത് വരുന്നതുവരെ മാത്രം ആയുസ്സുള്ളവയായിരുന്നു. രത്നമേഖല അവൾ പറഞ്ഞ കളവൊന്നും വിശ്വസിച്ചില്ല. പരിമളത്തെ അവൾ പുറത്താക്കുകയും വാതിലടയ്ക്കുകയും ചെയ്തു. കൈകൾ വീണ്ടും വീണ്ടും വാസനിച്ച് താൻ ഒരു മാത്രം ചെന്നു ചേർന്ന കണ്ണഞ്ചിക്കുന്ന ചെണ്ടുമല്ലിപ്പാടത്തെക്കുറിച്ചോർത്ത് രത്നമേഖലയുടെ വാതിൽക്കൽ അവൾ നിന്നു. എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അവൾക്കറിയില്ലായിരുന്നു. അവളെ കാണാതെ തിരിഞ്ഞു വന്ന ഏതോ അയൽക്കാരി കൈ പിടിച്ചു വലിച്ച് വീണ്ടും അവളെ വീട്ടിനുള്ളിലാക്കി. അതിനുള്ളിൽ ആർക്കൊക്കെയോ നടുവിൽ കെട്ടുതീർന്നിട്ടും പുകയുന്ന കരിന്തിരി പോലെ മരതകത്തെ പരിമളം കണ്ടു. അവർ കരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. നനഞ്ഞ കണ്ണുകൾ വിടർത്തി മരതകം പരിമളത്തെ ദയനീയമായി നോക്കി. ബാലസമുദ്രത്തിൽ ചെന്ന് അവളെ രണ്ടാമതും കൂട്ടി വരേണ്ടിയിരുന്നില്ല എന്നാവാം അവരിപ്പോൾ ഓർക്കുന്നത്. എങ്കിൽ ആ ചെറുപ്പക്കാരൻ മരിക്കില്ലായിരുന്നു. കപടമായ അഭിമാനത്തിൻ്റെ തിരശ്ശീലകൾക്കുള്ളിൽ മരതകത്തിന് ഒളിച്ചിരിക്കാമായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും മുന്നിൽ വെച്ച് വെളിപ്പെട്ടിരിക്കുന്നു. പരിമളം ജ്ഞാനശേഖരൻ്റെ കിടക്കയുടെ അടിയിൽ നിന്ന് ബ്യൂറോയുടെ താക്കോലെടുത്തു. അയാളുടെ അലമാര അവൾ തുറക്കാറോ ഉപയോഗിക്കാറോ ഇല്ല. അതിൻ്റെ താക്കോൽ അയാൾ സൂക്ഷിക്കുന്നത് എവിടെയാണെന്ന് അറിയാമെന്ന് മാത്രം. എന്താണ് തിരയുന്നത് എന്നറിയാതെ അവൾ അതിനുള്ളിലുള്ളതൊക്കെ വലിച്ചു താഴെയിട്ടു. ജ്ഞാനശേഖരൻ്റെ ഉടുപ്പുകൾ, യൂണിഫോം, സർട്ടിഫിക്കറ്റുകൾ. ഒടുവിൽ ഏറ്റവും അവസാനം ബ്യൂറോയുടെ ഉള്ളറകളിൽ നിന്ന് അവൾക്ക് ചുവപ്പ് നിറമുള്ള തുണിയുടെ ഒരു കെട്ട് കിട്ടി. നിലത്തിരുന്ന് അത് അഴിച്ചു നോക്കിയപ്പോൾ ഉണങ്ങിയ പൂമാലകളുടെ ഒരു കൂമ്പാരം. ചിലതൊക്കെ അവൾ തന്നെ വിറ്റത്, അവൾ തന്നെ കെട്ടിയത്, അവൾ തന്നെ ഇറുത്തത്. പരിമളം കൈകൾ കൊണ്ടത് അമർത്തി ഞെരിച്ചു. അനായാസം അവ പൊടിഞ്ഞു തീർന്നു. ഉണങ്ങിയ മുല്ലപ്പൂവുകൾക്ക് ചെണ്ടുമല്ലിയുടെ വാസന എങ്ങനെയെന്ന അമ്പരപ്പോടെ അവൾ കാൽമുട്ടുകൾ ഉയർത്തി അതിൽ തലചായ്ച്ചു. ആരോ അവൾക്കരികിൽ വന്ന് പുറത്ത് തട്ടുന്നുണ്ടായിരുന്നു. പരിമളത്തിന് എല്ലാ സ്പർശങ്ങളും സാന്നിധ്യങ്ങളും അരോചകമായി തോന്നി. അവൾക്ക് അന്നത്തെ ദിവസത്തെ മാത്രമല്ല, ജ്ഞാനശേഖരെ കണ്ട നിമിഷം തൊട്ടുള്ള ഓർമ്മകളെ മായ്ച്ചു കളയേണ്ടിയിരുന്നു. ഒരിക്കലും നിറഞ്ഞിട്ടേയില്ലെന്ന മട്ടിൽ ഒഴിയേണ്ടിയിരുന്നു. സ്വയം ഒരു ശൂന്യതയായി കഴിഞ്ഞാൽ തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വീണ്ടും നിറയാമെന്നവൾക്ക് ആ നിമിഷം വിചിത്രമായൊരു ഉറപ്പ് ഉണ്ടാവുകയും ചെയ്തു. വിപിനൻ സബ് ജയിലിൽ തന്നെ കാണാൻ വന്നപ്പോൾ അയാളോട് പണ്ടെപ്പോഴോ കേട്ടുമറന്ന ഒരു കഥ പറയണമെന്ന് രത്നമേഖലയ്ക്ക് തോന്നി. പണ്ട് തുർക്കിക്കാരനായ ഒരു കപട സന്യാസി ഉണ്ടായിരുന്നു. അയാൾ ഒരു വിദേശ രാജ്യം സന്ദർശിച്ചു. അവിടെയുള്ള ആളുകൾക്ക് ആത്മീയമായ ഉപദേശങ്ങൾ നൽകാൻ തുടങ്ങി. ഭാഷ അറിയില്ലെങ്കിലും ആംഗ്യവിക്ഷേപങ്ങളോടും നാടകീയതയോടുമൊക്കെ സംസാരിച്ചപ്പോൾ അയാൾക്ക് ഒരുപാട് ഭക്തരും അനുചരന്മാരും ഉണ്ടായി. അയാൾ അവിടുത്തെ ആത്മീയാചാര്യനായി മാറി. ഒരിക്കൽ കുറേ തുർക്കികൾ സന്യാസിയുടെ നാട്ടിലെത്തി. ആ വഴി സഞ്ചരിച്ചപ്പോൾ അവർ അയാളുടെ പ്രസംഗം കേൾക്കാനെത്തി. അയാൾ പറയുന്നതെല്ലാം ശുദ്ധ അസംബന്ധങ്ങളാണെന്ന് മനസ്സിലായപ്പോൾ അവരയാളെ ആട്ടിയോടിച്ചു. തിരികെ നാട്ടിലെത്തിയ അയാളോട് യാത്ര എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഒന്നാന്തരമായിരുന്നു. ആ തുർക്കികൾ വന്ന് ഞാൻ പറയുന്നത് എന്തെന്ന് മനസ്സിലാക്കുന്നത് വരെ എന്നായിരുന്നു. കഥയുടെ ഗുണപാഠം ഇത്രയേയുള്ളൂ. ആളുകൾക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ അവരോട് സംസാരിക്കാൻ എളുപ്പമാണ്. അവർ മനസ്സിലാക്കാൻ തുടങ്ങിയാലോ? ഇത്തരം സംസാരം അനായാസമല്ല. ഇത്ര കാലവും തനിക്കറിയാത്ത ഭാഷയിൽ വിപിനൻ തന്നോട് സംസാരിച്ചു. താൻ അയാളെ ഭയന്നു അനുസരിച്ചു. ഇനി അത് എളുപ്പമല്ല. ആ ഭാഷ തനിക്ക് പിടികിട്ടിയിരിക്കുന്നു. അത് അസംബന്ധമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവളത് പറഞ്ഞില്ല. വിപിനൻ ക്ഷീണിതനായിരുന്നു. അയാളുടെ വലിയ കണ്ണുകൾ ഉറക്കമില്ലായ്മ കൊണ്ട് കനം തൂങ്ങിയിരുന്നു. അവൾക്ക് മുൻപിൽ അയാൾ തല താഴ്ത്തി നിന്നു. ഏറെ നേരത്തെ മൗനത്തിന് ശേഷം വിപിനൻ പൂർണ്ണമല്ലാത്ത വാചകങ്ങളിൽ അവളോട് പറയാൻ തുടങ്ങിയത് പുതിയൊരു ജീവിതത്തിൻ്റെ സാധ്യതകളെപ്പറ്റി തന്നെയായിരുന്നു. ഇനിയും ഇത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷവും മിണ്ടുന്നില്ല എന്നോ മിണ്ടാണ്ടതില്ല എന്നോ തീരുമാനിച്ചിരുന്നെങ്കിലും അറിയാതെ രത്നമേഖല ശബ്ദമുയർത്തിപ്പോയി. മറക്കാൻ പറ്റിയേക്കും രത്ന, ഞാനതിന് ശ്രമിക്കും. അമ്മയുടെ മരണം ഒരു പക്ഷേ അവർക്കൊരു രക്ഷയായിരുന്നെങ്കിലോ? അങ്ങനെ ചിന്തിക്കാൻ ഞാൻ ശീലിക്കുകയാണ്. നീ മുമ്പ് നടത്തിയ കുറ്റസമ്മതം തിരുത്തി പറയൂ. അതൊരു ആക്സിഡൻ്റാക്കാൻ ഒരു പ്രയാസവുമില്ലെന്ന് വക്കീൽ പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിലെ സൂചനകളും അനുകൂലമായി വ്യാഖ്യാനിക്കാൻ പ്രയാസമില്ലത്രേ. രത്നമേഖല നിരാശയോടെ തലകുടഞ്ഞു. എത്ര വേഗത്തിൽ വിപിനൻ വീണ്ടും തീർപ്പുകളിലെത്തുന്നു. അയാൾക്ക് എല്ലാം മറക്കാൻ കഴിഞ്ഞേക്കുമത്രേ. തനിക്കത് സാധിക്കുകയില്ലെന്ന് അയാൾക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? എല്ലാ ജാലകങ്ങളും വാതിലുകളും കൊട്ടിയടച്ച ഇരുട്ട് പുതഞ്ഞ ഒരു ലോകം തനിക്കിനി ആവശ്യമില്ലെന്ന് അവൾക്ക് പറയണമെന്ന് തോന്നി. ഇത്ര കാലവും അതിനുള്ളിൽ താൻ തപ്പിത്തടഞ്ഞത് ആ സ്ത്രീയോടുള്ള സഹാനുഭൂതി കൊണ്ടായിരുന്നു. അവരെ ഒറ്റയ്ക്കിട്ടേച്ച് പോകാനുള്ള മടി കൊണ്ടായിരുന്നു. വിനോദിനി ഇല്ലാതായപ്പോഴാണ് രത്നമേഖലയ്ക്കത് മനസ്സിലായതെന്ന് മാത്രം. അതുവരെ അവൾ വിചാരിച്ചിരുന്നത് തൻ്റെ സഹതാപം വിപിനോടായിരുന്നു എന്നാണ്. പരിമള കാണിച്ചു തന്ന വഴി തനിക്ക് മുന്നേ കണ്ടുപിടിക്കാമായിരുന്നു എന്നവൾക്ക് നിരാശ തോന്നുന്നുണ്ട്. അരികിലിരുന്ന് അതിമൃദുവായി അവരെ കെടുത്തിക്കളയാനുള്ള എത്രയോ അവസരങ്ങൾ. സന്ധ്യയ്ക്ക് കൊളുത്തിയ വിളക്ക് വിരലുകൾ കൊണ്ട് വീശി അണയ്ക്കുന്നത് പോലെ. ആരും അറിയാത്ത വിധം, അറിഞ്ഞാലും ശ്രദ്ധിക്കാത്ത വിധം. അതല്ലെങ്കിൽ കിടക്ക നേരെ വിരിച്ചിടാതെ ഓരോ മണിക്കൂറിലും അവരെ തിരിച്ചും മറിച്ചും കിടത്താതെ, നനവ് തട്ടിനിലം തുടച്ചുണക്കാതെ, നരകപീഡകളെ ഏൽപ്പിച്ചും തനിക്ക് അവരെ ഇല്ലാതാക്കാമായിരുന്നു. വിപിനൻ എന്ത് മനസ്സിലാവാനാണ്?
അവർ തന്നോട് കൂടുതൽ നന്ദിയുള്ളവളായേനെ. ഈ 10 വർഷം താൻ ചെയ്ത പരിചരണങ്ങളെക്കാൾ അതായിരുന്നു വിനോദിനിയെ സന്തോഷിപ്പിക്കുക. എത്ര പരിഭവത്തോടെയാവും അവർ പോയിട്ടുണ്ടാവുക. അയൽപക്കത്തെ സ്ത്രീ കാണിച്ച അനുതാപം പോലും രത്നമേഖലയ്ക്ക് ഉണ്ടായില്ലല്ലോ എന്നവർ ഏതോ ലോകത്തിരുന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ടാവും. രാസലായിനിയിൽ ഇട്ടുവെച്ച ഭ്രൂണം പോലെ ഉണങ്ങി ചുരുങ്ങിയിട്ടും വിപിനൻ്റെ മാത്രം ആനന്ദത്തിനു വേണ്ടി വിനോദിനിയെ ഇത്ര നാൾ കരുതലോടെ സൂക്ഷിക്കുകയായിരുന്നു. അവരെഴുന്നേറ്റ് വരുമെന്ന് അയാൾ മാത്രം താലോലിച്ച വ്യാമോഹം തകർക്കാൻ ഒരിക്കൽ പോലും താൻ ശ്രമിച്ചില്ല. ഞാനത് മുന്നേ ചെയ്യേണ്ടിയിരുന്നു, രത്നമേഖല സ്വയം പിറുപിറുത്തു. ഞാൻ തിരിച്ചു വരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിപിനോട് പറഞ്ഞേ മതിയാവൂ എന്ന് രത്നമേഖലയ്ക്ക് മനസ്സിലായി. അയാൾ തനിയെ ഒഴിഞ്ഞു പോകണമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. സ്വന്തം അമ്മയുടെ കൊലപാതകയെ കാണാൻ പോലും അയാൾ വരില്ലെന്നായിരുന്നു അവൾ വിചാരിച്ചിരുന്നത്. 10 വർഷത്തിന് മുൻപത്തെ വേനലിൽ കാറ്റുകടക്കാതെ വെന്തു പുഴുങ്ങുന്ന ഒരു പന്തലിൽ ആരംഭിച്ച ആ അസംബന്ധം തീർത്തും ഇല്ലാതാവുകയാണ് എന്നായിരുന്നു രത്നമേഖലയുടെ പ്രതീക്ഷ. പക്ഷേ വിപിനൻ തന്നെ തിരഞ്ഞു വന്നിരിക്കുന്നു. ശപിക്കാനും കുറ്റപ്പെടുത്താനുമല്ല, ക്ഷമിക്കാനും കൂടെ കൂട്ടാനും. രത്നമേഖലയ്ക്ക് വായിൽ കയ്പ് രസം മൂറി. അടച്ചുകെട്ടിയ മനസ്സുള്ള ഒരാൾക്കൊപ്പം ആ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകുക വയ്യ. തുറസായ ഇടങ്ങളാണ് തനിക്കിനി ആവശ്യം. തുറന്ന മനുഷ്യരും തുറന്ന ലോകങ്ങളും. കാറ്റും മഴയും വെയിലും കയറിയിറങ്ങി പോകുന്ന വിധം സ്വയം തുറന്നിട്ടവരെയാണ് താൻ അന്വേഷിക്കുന്നത്. വിപിനെ രത്നമേഖലയുടെ വാക്കുകൾ പ്രകോപിപ്പിക്കാതിരുന്നില്ല. ഇത്ര വലിയ ക്രൂരത കാണിച്ചിട്ടും അതൊക്കെ ക്ഷമിക്കാൻ സന്നദ്ധനായ തന്നെ അവൾ അടച്ചുപൂട്ടിയ മനുഷ്യനെന്ന് പരിഹസിക്കുന്നു. അമ്മയുടെ ശവസംസ്കാരത്തിൻ്റെ പിറ്റേന്ന് സ്വാന്തനയിലിരുന്ന് മേരി പ്രീത ചോദിച്ച ഒറ്റ ചോദ്യമായിരുന്നു അയാളെ സബ് ജയിൽ വരെ എത്തിച്ചത്. നീ അവൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നായിരുന്നു അവർ ചോദിച്ചത്. ഈ വർഷങ്ങളിലൊക്കെ അവൾ നിന്റെ കാര്യങ്ങൾ നോക്കി, നിന്റെ അമ്മയെ നല്ല രീതിയിൽ പരിചരിച്ചു. പകരം നീ എന്താണ് കൊടുത്തത്? നിന്റെ ഉള്ളിലെ അലിവിൻ്റെ ഉറവുകളൊക്കെ നീ ബോധപൂർവം വെറ്റിച്ചു കളഞ്ഞു. എന്നിട്ട് ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ കടുപ്പക്കാരനായിക്കൊണ്ടിരുന്നു. ആവശ്യത്തിന് വെള്ളം ചേർക്കാതെ കുഴച്ചെടുത്ത ഗോതമ്പ് മാവ് പോലെയാണ് അവൾ പറഞ്ഞത്. അതിന് മയമില്ല, മാർദ്ദവുമില്ല. എത്ര ബലം പ്രയോഗിച്ചാലും പലകയിൽ അത് വേണ്ട വിധം മൃദുവായി പരക്കാൻ തയ്യാറാവുകയുമില്ല. നീയും അതുപോലെയാണ്. വിപിനെ അപമാനവും കുറ്റബോധവും തോന്നി. എന്നിട്ടും ദിവസങ്ങളോളം പ്രയത്നിച്ചിട്ടാണ് അയാൾ രത്നമേഖലയെ തിരിച്ചെടുക്കാനുള്ള മാനസികാവസ്ഥ സ്വയം ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് അവൾ നിസ്സാരമായി പറയുന്നു, തനിക്ക് തിരിച്ചു വരാൻ താല്പര്യമില്ല. ഒറ്റ വാചകം മാത്രം, എത്ര മുനകളാണതിന്. എന്നിട്ട് നീ കൊലക്കുറ്റം സമ്മതിച്ച് ജയിലിൽ കിടക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ? അല്ല, ഞാനത് നിഷേധിക്കാൻ പോവുകയാണ്. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അത് എളുപ്പത്തിൽ അപകടമരണമാക്കാനാവുമെന്ന്. മരണം ഇച്ഛിക്കുന്ന ഭീകരമായ വിധത്തിൽ അത് അനിവാര്യമായിരുന്ന ഒരാളെ കൊന്നതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറുമല്ല. ആ സമയത്ത് ഞാൻ മുറിയിലുണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോൾ അവർ നിലത്ത് കിടക്കുകയായിരുന്നു. കുറച്ച് മാസങ്ങളായി അവർക്ക് ഫിറ്റ്സ് വരുന്നുണ്ടായിരുന്നു. ഞാനത് നിങ്ങളോട് പലതവണ പറഞ്ഞിരുന്നല്ലോ. ഓർമ്മകളുടെ അവശേഷിക്കുന്ന ചെറിയൊരു ഭാഗം ഉത്തേജിതമായി പഴയ ഏതോ കാലത്തിലേക്ക്, ഏതോ സംഭവത്തിലേക്ക് അവർ ഉണർന്നതായിരിക്കാം. അത് നിരന്തരമായ ഫിറ്റ്സുകൾ അതിൻ്റെ സൂചനയായിരുന്നു. മനസ്സുണർന്നു. ശരീരത്തെയും അത് ഉണർത്താൻ ശ്രമിച്ചു. നാഡീകേന്ദ്രങ്ങളിലെ ക്ഷണികമായ ഒരു ഉത്തേജനം. നിശ്ചലമായ ശരീരത്തെപ്പോലും പിടഞ്ഞെഴുന്നേൽക്കാൻ പ്രേരിപ്പിച്ച ശക്തമായ പ്രേരണ. അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് മെഡിക്കൽ ടേമുകൾ ഉപയോഗിച്ച് തന്നെ എനിക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞേക്കും. നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. അവസാന നിമിഷങ്ങളിൽ വിനോദിനി ഏതോ ഓർമ്മയിലേക്കാവും ഉണർന്നതെന്ന രത്നമേഖല ആലോചിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് പരിമളവും ചെയ്തതായിരിക്കില്ല എന്നവൾക്ക് തോന്നുന്നുണ്ട്. അതിസൂക്ഷ്മമായ ഏതോ ഒരനുഭവത്തിലൂടെ വിനോദിനിയുടെ അബോധ മനസ്സ് കടന്നുപോയിട്ടുണ്ടാവണം. ശരീരത്തിന് പുറത്ത് കടന്ന് മനസ്സ് മാത്രം അറിഞ്ഞ അനുഭൂതി. തിരിച്ച് ശരീരത്തിലേക്ക് പ്രവേശിച്ച മനസ്സിന് ശരീരത്തെ കൂടി അതേ അനുഭൂതിയിൽ പങ്കാളിയാക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവാം. ഒരൊറ്റ നിമിഷം ശരീരം ഉണരുകയും ചെയ്തിരിക്കാം. നിലത്ത് വീണു തലയടിച്ചാണ് അവരുടെ മരണം. ബാഹ്യമായ ചെറിയ ക്ഷതങ്ങൾ പോലും ഗുരുതരമായ ആന്തരിക രക്തസ്രാവമുണ്ടാക്കുന്ന ശാരീരിക അവസ്ഥയിലായിരുന്നു വിനോദിനി. മറിഞ്ഞുകിടന്ന സ്റ്റൂളും ചിതറിക്കിടന്ന സാധനങ്ങളും പിന്നീട് പരിമളം രത്നമേഖലയെ വിശ്വസിപ്പിക്കാനായി വലിച്ചിട്ടതായിരിക്കുമോ? അവളുടെ ഉറച്ച വാക്കുകൾ കേട്ട് വിപിനൻ്റെ ഒച്ച ഉയരുകയും അയാൾ രത്നമേഖലയെ ശപിക്കുകയും ചെയ്തു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരി തങ്ങൾക്കടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അയാൾ ശാന്തനാവാൻ ശ്രമിച്ചെങ്കിലും ആ സ്ത്രീ പരുക്കഭാവത്തോടെ അവർക്കരികിൽ വന്ന് സമയം കഴിഞ്ഞെന്ന് അറിയിച്ചു. ഇത്രയും ഉച്ചത്തിൽ സംസാരിച്ച് സീനുണ്ടാക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി സമയം കിട്ടിയേനെ എന്ന് വിപിൻ ഓർത്തു. രത്നമേഖലയെ സംസാരിച്ച് വഴിപ്പെടുത്തണം. പക്ഷേ ഇനി മറ്റൊരു ദിവസം വരികയെന്നേ വഴി മാത്രമേയുള്ളൂ. വീണ്ടും വരാമെന്ന പതിവ് യാത്രാവാചകത്തെ ഇനി വരേണ്ടതില്ല എന്ന വാക്കുകൾ കൊണ്ട് രത്നമേഖല നിർദ്ദയം തടുത്തപ്പോൾ വിപിനൻ തളർന്നു പോയി. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ തറവാട്ടിലെ അടുക്കളമുറ്റത്ത് തൻ്റെ ഒരേയൊരു കളിപ്പാട്ടമായ മരവണ്ടി നഷ്ടപ്പെടുത്തി കയ്യിൽ പിടിച്ചു വലിച്ചിഴയ്ക്കുന്ന അമ്മയ്ക്കൊപ്പം കരഞ്ഞും നിലവിളിച്ചും നടക്കേണ്ടി വന്ന സന്ധ്യയാണ് അയാൾക്ക് ഓർമ്മ വന്നത്. ഒന്നും പറയാനുള്ള സാവകാശം കൊടുക്കാതെ പോലീസുകാരി വിപിനെ പുറത്തേക്ക് കൊണ്ടുപോയി. നഷ്ടപ്പെട്ട മരവണ്ടിയോർത്ത് 4 വയസ്സിൽ കരഞ്ഞതിലും അധികം വിപിനൻ ഇനി കരയാനിരിക്കുന്നു. മുതിർന്നതിന് ശേഷം അയാൾക്ക് ആകെയുള്ള കളിപ്പാട്ടമായിരുന്നു രത്നമേഖല.
എന്നും ഓരോരുത്തന്മാർ വരുന്നുണ്ടല്ലോ. വലിയ കേമിയാണെന്ന് തോന്നുന്നു. ഇനി വരാനുണ്ട് ആളുകൾ. വിപിനെ പുറത്താക്കി തിരിച്ചെത്തിയ പോലീസുകാരി പരിഹാസം പുരണ്ട ശബ്ദത്തിൽ പാതി തന്നോടും ബാക്കി രത്നമേഖലയോടുമായി ചോദിച്ചു. ഇനി ആരും വരാനില്ലെന്ന് മനസ്സിലോർത്തെങ്കിലും അവൾ മറുപടി പറഞ്ഞില്ല. സത്യത്തിൽ ഇന്നലെ ഒരാൾ തന്നെ തേടി വരുന്നതുവരെ ആരെങ്കിലും അന്വേഷിച്ചു വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നതേയില്ല. ചിതറിക്കിടക്കുന്ന തലമുടിയും അലസമായ ഭാവവുമായി അജയനെ മുന്നിൽ കണ്ടപ്പോൾ ഇന്നലെ അവൾ അത്ഭുതപ്പെട്ടു പോയിരുന്നു. പക്ഷേ അയാളെ കണ്ടതും തനിക്കൊരു വക്കീലിനെ ആവശ്യമുണ്ടെന്ന കാര്യമാണ് അവൾ ആദ്യമായി പറഞ്ഞത്. അതുവരെ രത്നമേഖല അങ്ങനെയൊരു കാര്യത്തെപ്പറ്റി ഓർത്തിരുന്നില്ല. 2-3 ആഴ്ചകൾക്ക് മുൻപ് താൻ ആദ്യമായി കാണുകയും പരിചയപ്പെടുകയും ചെയ്ത മനുഷ്യനെ വീണ്ടും കണ്ടപ്പോൾ അയാളോട് ആ സഹായം ആവശ്യപ്പെടാൻ അവൾക്ക് മടി തോന്നിയതുമില്ല. തീർച്ചയായും രത്ന, തിരിച്ചു പോകും മുമ്പ് ഞാനതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാം, അയാൾ വേദന നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞു. അയാൾക്ക് ചിരിയും കുസൃതിയും നിറഞ്ഞ ഭാവമാണ് ചേരുകയെന്ന് അവൾ ഓർത്തു. എൻ്റെ ദുരന്തത്തെക്കുറിച്ച് സഹതപിക്കാനാണ് ഈ ഭാവമാറ്റമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അന്ന് ക്വാർട്ടേഴ്സിൻ്റെ വാതിൽക്കൽ വന്ന് എന്നെ അലോസരപ്പെടുത്തി സംസാരിച്ചു തുടങ്ങി. ഒടുവിൽ കെട്ടുപൊട്ടിച്ച് ചാടി വീഴുന്ന പ്രവാഹം പോലെ ഊർജം വിതറി തിരിച്ചുപോയ ആ പഴയ മനുഷ്യനാവും. അവൾ ഒച്ചയില്ലാതെ മന്ത്രിച്ചു. തിരിച്ചു പോയില്ലേ അന്ന് പറഞ്ഞത്? യെസ്, തിരിച്ചുപോയി. വീണ്ടും വന്നതാണ്. അമ്മ കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോൾ വരണമെന്ന് തോന്നി. വിപിനെ കണ്ടില്ല. നിങ്ങളെയാണ് ആദ്യമായി കാണേണ്ടതെന്നായിരുന്നു വിചാരം. ഞാനും വിപിനെ പിന്നീട് കണ്ടിട്ടില്ല. എങ്ങനെ അതിനെയൊക്കെ മറികടന്നോ ആവോ. അന്ന് നിങ്ങൾ എനിക്കൊരു വാഗ്ദാനം തന്നിരുന്നു, ഒരു എയർ ടിക്കറ്റ്. ഞാനത് സ്വീകരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഒഴിവാക്കുമായിരുന്നു, അല്ലേ? സംഭവിക്കാനിരിക്കുന്നതൊക്കെ സംഭവിച്ചല്ലേ മതിയാവൂ. അന്ന് ആവേശത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിലും ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞാനൊരു വില കുറഞ്ഞ പ്രായോഗിക മതിയായി. നിങ്ങൾ വരാനിടയില്ല എന്നെനിക്ക് കോമൺ സെൻസ് വെച്ച് ഊഹിക്കാമല്ലോ. വെറുതെ കാശ് കളയണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. താൻ എവിടെയാണെന്ന് പോലും ഓർമ്മിക്കാതെ രത്നമേഖല പൊട്ടിച്ചിരിച്ചുപോയി. ആ ചിരിയുടെ അല അജയനെയും തൊട്ടു. കഷ്ടം തന്നെ. ഞാൻ ദിവസങ്ങളോളം അതോർത്ത് വിഷമിച്ചിരുന്നു. ആ ഒഴിഞ്ഞ സീറ്റും നിങ്ങളുടെ കയ്യിലുള്ള ടിക്കറ്റും എൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കവാടം. ഞാനത് നഷ്ടപ്പെടുത്തിയതോർത്ത് എനിക്ക് വല്ലാത്ത കുറ്റബോധവും ഉണ്ടായി. നിങ്ങളിപ്പോഴും തമാശ പറയുന്നല്ലോ. സ്വന്തം സ്വാതന്ത്ര്യത്തിലേക്കുള്ള ടിക്കറ്റ് സ്വയം എടുക്കൂ. ഞാനൊരു സാധ്യത ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രം. മറ്റുള്ളവരുടെ കയ്യിലെ ടിക്കറ്റുകളെ ആശ്രയിക്കരുത്. അവരെ വിശ്വാസത്തിലെടുക്കുകയും അരുത്. എന്നെപ്പോലെ വാക്കു പറഞ്ഞ് ചതിച്ചേക്കാം. അതെ, എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, എണ്ണമറ്റ ബസ് സ്റ്റാൻഡുകൾ. രക്ഷപ്പെടാൻ എത്രയോ വഴികളാണ്. എത്ര ദൂരത്തേക്ക് എന്നതിനനുസരിച്ച് ഏത് വഴിയും തിരഞ്ഞെടുക്കാം. ശരിക്കും ഒരു തടവറയ്ക്കുള്ളിലായപ്പോഴാണ് എനിക്കത് മനസ്സിലായതെന്ന് മാത്രം. എന്തായാലും ആദ്യം എനിക്ക് ഇവിടെ നിന്ന് പുറത്തു കടക്കണം. അതിനു വേണ്ട കാര്യങ്ങൾ താൻ ക്രമീകരിക്കാമെന്ന് അജയൻ ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്തു. നിയമത്തിൻ്റെ പശ്ചിമയുള്ള നൂൽവലകൾ ഒരിക്കൽ ചെന്ന് കുരുങ്ങിക്കൊടുത്താൽ അത്ര വേഗത്തിൽ പൂർണ്ണമായും വിമോചിതയാവുക എളുപ്പമല്ല. പക്ഷേ സാരമില്ല, കുറച്ച് സമയമെടുത്താലും അത് സാധ്യമാണ്. അവൾ ആ ഭദ്രകാളി എൻ്റെ അനിയത്തിയെ കൊന്നുകളഞ്ഞു. അവൾക്ക് വയ്യാച്ചാൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഞാൻ പൊന്നുപോലെ നോക്കിയായിരുന്നു എന്ന് ഫോണിൽ അമിതമായ വികാരം കുത്തിക്കയറ്റിയതുകൊണ്ട് ചീർത്തുപോയ ശബ്ദത്തിൽ പറഞ്ഞ അമ്മായിയെക്കുറിച്ച് അജയൻ ഓർത്തു. അതവനെ ആ ഞെട്ടലിനിടയിലും ചിരിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാവുമെന്നറിയാം, എന്നോട് ദേഷ്യവും. ഞാൻ എന്തിനാണ്, എങ്ങനെയാണ് നിങ്ങളുടെ ചെറിയമ്മയെ? അവരെ ഇഷ്ടമുള്ള, അവരെ അന്വേഷിച്ചു വരാൻ മനസ്സ് കാണിച്ച ഒരേയൊരാളായിരുന്നു നിങ്ങൾ. ഇപ്പോഴങ്ങനെയല്ല. ചെറിയമ്മയെ ഇഷ്ടമുള്ളവരാണ് എല്ലാവരും. അവൾക്ക് വയ്യെങ്കിൽ ഞങ്ങൾ നോക്കില്ലായിരുന്നു എന്ന് എൻ്റെ അമ്മയടക്കം പലരും പറയുന്നത് ഞാൻ കേട്ടു. മരണം ആളുകളെ കൂടുതൽ സ്വീകാര്യരാക്കുന്നതിലെ വൈരുദ്ധ്യത്തെക്കുറിച്ചോർത്ത് അവരിരുവരും നൊടിനേരം നിശബ്ദരായി. ഇനി ഉദാരമായി സ്നേഹം പ്രദർശിപ്പിക്കാം, ഞങ്ങൾ ഏറ്റെടുക്കുമായിരുന്നു തുടങ്ങിയ പ്രതിജ്ഞകളും വാഗ്ദാനങ്ങളും വാരിച്ചൊരിയാം. മരിച്ചവർ എഴുന്നേറ്റ് വരില്ല, ഒരു തരത്തിലും ബാധ്യതയാവുകയുമില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട്. എനിക്കതിനെപ്പറ്റി ഒന്നും കേൾക്കണമെന്നില്ല രത്ന. അത് കേൾക്കാനോ നിങ്ങളെ വിചാരണ ചെയ്യാനോ വന്നതല്ല ഞാൻ. അതൊരു കൊലപാതകമാണെങ്കിൽ തന്നെ അത് നിങ്ങളാണ് ചെയ്തതെങ്കിൽ കൂടി എൻ്റെ മനോഭാവത്തെ അതൊട്ടും ബാധിക്കുന്നില്ല. ചെറിയമ്മയുടെ ആയുസ്സെത്തിയപ്പോൾ അവർ പോയി, അത്ര തന്നെ. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഇത്ര ദൂരം യാത്ര ചെയ്തു വന്നത്. ചിലപ്പോൾ വിപിനെ കാണാതെ തന്നെ ഞാൻ തിരിച്ചു പോയേക്കും. രത്നമേഖലയ്ക്ക് കരച്ചിൽ വന്നു. തൻ്റെ ആരുമല്ലാത്ത ഒരാൾ തനിക്ക് വേണ്ടി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വന്നിരിക്കുന്നു. ഏറെയൊന്നും ദൂരെയല്ലാത്ത സ്വന്തം വീടിനെക്കുറിച്ച് അവൾ ഓർത്തു. പത്രത്തിലേക്ക് വാർത്ത വന്നിരിക്കും. അവരെല്ലാം അപമാനിതരായി കാണും. തല ഉള്ളിലേക്ക് വലിച്ച ആമകളെപ്പോലെ ഒളിച്ചിരിക്കുന്നുണ്ടാവും. അജയൻ്റെ മുൻപിൽ വെച്ച് കരയാൻ രത്നമേഖല ഇഷ്ടപ്പെട്ടില്ല. അവൾ വിഷയം മാറ്റി. അന്ന് നിങ്ങൾ വന്നല്ലോ, അതിന് വിപിനൻ എന്നെ കുറേയധികം ശാസിച്ചു. നിങ്ങളൊരു സ്ത്രീലമ്പടനാണെന്നും അടുപ്പിക്കാൻ കൊള്ളില്ല എന്നുമൊക്കെ പറഞ്ഞു. അജയൻ അല്പം ഉറക്കെ തന്നെ ചിരിച്ചുപോയി. സത്യമാണ്, എനിക്ക് പ്രണയം വേണം, ആനന്ദം വേണം. അതിനുവേണ്ടിയാണ് ഞാൻ അലയുന്നത്. എല്ലാ ബന്ധങ്ങളും കുറച്ചെത്തുമ്പോൾ പ്രണയരഹിതമാവുന്നു, ആനന്ദശൂന്യമാവുന്നു. അപ്പോൾ അതിൽ നിന്ന് വിട്ടുപോരേണ്ടത് അനിവാര്യതയാവും. ഒരൊറ്റയാളിൽ ചുറ്റിത്തിരിയാത്തത് കൊണ്ടാണ് ഇവരെന്നെ പെണ്ണുപിടിയനാക്കുന്നത്. അജയൻ ചിരിയോടെ പറഞ്ഞപ്പോൾ രത്നമേഖലയും ചിരിച്ചു.
എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് വേണ്ടത് അജയ. പക്ഷേ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ചാടി ചാടി പോകാറില്ലെന്ന് മാത്രം. കയ്യിൽ കിട്ടുന്നതിൽ നിന്ന് പരമാവധി ആനന്ദം ഊറ്റിയെടുക്കാൻ ശ്രമിക്കും. നിങ്ങൾക്കത് സാധിച്ചിരുന്നോ? നിങ്ങൾ ആനന്ദിച്ചിരുന്നോ? എനിക്ക് സാധിക്കില്ല രത്ന. ഇന്നത്തെ എൻ്റെ ആനന്ദം നാളത്തെ എൻ്റെ ആനന്ദമാവണമെന്നില്ല. ഈ നിമിഷത്തെ ആനന്ദം അടുത്ത നിമിഷം ഉണ്ടാവണമെന്നില്ല. വളരെ അനിശ്ചിതമാണത്. അതെന്നെ ചിലപ്പോഴൊക്കെ ഉരുക്കിക്കളയാറുണ്ട്. ഒന്നിലും ഉറച്ചു നിൽക്കാനാവാതെ, ഒന്നിലും തൃപ്തനാവാതെ നിരന്തരം അലയേണ്ടി വരുന്നത് സുഖകരമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വളരെ യാതനാഭരിതമാണത്. ഒരു സ്ത്രീ തരുന്ന ആനന്ദവും പ്രണയവും അവളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിൽ നിന്നാണോ, അവളുമൊത്തുള്ള ഫിസിക്കൽ റിലേഷനിൽ നിന്നാണോ എന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. മുഖവും ശരീരവും തീർത്തും ഭംഗിയില്ലാത്ത ഒരുവളിൽ നിന്ന് കിട്ടിയ ആനന്ദമാണ് ഞാൻ ശരീരം കൊണ്ടറിഞ്ഞ ഏറ്റവും വലിയ അനുഭൂതി. പക്ഷേ അവളെ ജീവിതത്തിലേക്ക് കൂട്ടാൻ എനിക്ക് സാധിക്കുകയുമില്ല. മുഖവും ശരീരത്തിൻ്റെ പാതിയും പൊള്ളിക്കരിഞ്ഞ ഒരുവൾ, ചില്ലറ പൈസയ്ക്ക് ശരീരം വിൽക്കുന്നവൾ. അവൾ ആനന്ദം തന്നു, പക്ഷേ പ്രണയം തരാനാവില്ല. എനിക്കത് രണ്ടും വേണം. ഞാൻ തിരിഞ്ഞു നടന്നേ മതിയാവൂ. ആനന്ദവും ദുരിതവുമൊക്കെ മനസ്സിൻ്റെ വ്യാഖ്യാനങ്ങൾ മാത്രമാണെന്ന് രത്നമേഖല പറയാൻ ശ്രമിച്ചില്ല. അവളോട് നിങ്ങൾ പ്രണയം ചോദിച്ചിട്ടുമുണ്ടാവില്ല. അത്തരമൊരുവളെ പ്രണയിക്കാൻ കൊള്ളുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുമില്ല. ശരീരബന്ധമല്ലാത്ത ആനന്ദങ്ങളും ഉണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്കറിയുകയുമില്ല. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കഥയോർത്തു. നിങ്ങൾക്കും അറിയാതിരിക്കില്ല. ഷാജഹാൻ്റെ മൂത്ത മകൻ ദാരയെ വധിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ റാണ ദില്ലിനെ ഔറംഗസീബ് തൻ്റെ ഭാര്യയാവാൻ ക്ഷണിച്ചു. സാമ്രാട്ടിനെ സന്തുഷ്ടനാക്കാൻ പറ്റിയ എന്താണ് തന്നിലുള്ളതെന്നായിരുന്നു അവർ ദൂതൻ വഴി ചോദിച്ചത്. നിന്റെ കാർമേഘം പോലുള്ള കേശഭാരം എന്ന് രാജാവ് മറുപടി അയച്ചു. റാണാദിൽ തൻ്റെ തലമുടി മുറിച്ച് തൻ്റെ ദൂതൻ്റെ കൈവശം കൊടുത്തയച്ച്, ഇതാ നിങ്ങളെ ആകർഷിച്ച എൻ്റെ സൗന്ദര്യം, ഇനി എന്നെ വെറുതെ വിടൂ എന്നപേക്ഷിച്ചു. രാജാവ് വിട്ടില്ല. നിന്റെ സൗന്ദര്യം അത്യധികമാണ്, എനിക്ക് നിന്നെ ഭാര്യയായി വേണമെന്ന് അയാൾ പിന്നെയും സന്ദേശമയച്ചു. റാണാദിൽ തൻ്റെ മുഖമാകെ കുത്തിമുറിച്ച് വിരൂപമാക്കി ഒരു തുണി കഷ്ണത്തിൽ മുഖമൊപ്പി ഇതാ എൻ്റെ സൗന്ദര്യമെന്ന് പറഞ്ഞ് രാജാവിന് കൊടുത്തയച്ചു. അതോടെ ഔറംഗസീബിൻ്റെ പ്രണയം ആവിയായിട്ടുണ്ടാവും. മിക്കവാറും ആണുങ്ങളുടെയും അവസ്ഥ അതുതന്നെയാണ്. ചരിത്രമൊന്നും പഠിക്കാത്ത ഞാനിത് പറയുന്നത് കേട്ട് അതിശയിക്കരുത്. തികച്ചും വേറൊരു കോണ്ടെക്സ്റ്റിലാണ് ഞാനിത് കേട്ടിരുന്നത്. മംഗലാപുരത്ത് പഠിക്കുന്ന കാലത്ത് ഹിന്ദു സമാജകരുടെ ഹോസ്റ്റലിലായിരുന്നു താമസം. ഞങ്ങളുടെ മേട്രൻ ഇടയ്ക്കിടെ ഉപദേശരൂപേണ പറയുന്ന കഥകളിലൊന്നായിരുന്നു ഇത്. റാണാദിൽ ഹിന്ദു സ്ത്രീ ആണെന്നതായിരുന്നു അവരെ ആവേശം കൊള്ളിച്ചത്. ഹിന്ദു വനിതകൾ ഇത്രയും ത്യാഗമയികളാവണമത്രേ, കഠിനമാംവിധം പതിവ്രതകളും. ഏതാനും നാളുകൾക്കുള്ളിൽ റാണാദിൽ എന്ന ആ നർത്തകി, കലാകാരി, അതീവ സുന്ദരി നരകിച്ചു മരിച്ചു. അത്രയ്ക്ക് മാരകമായി അവർ തന്നെ മുറിവേൽപ്പിച്ചിരുന്നു. സ്വയം നശിപ്പിക്കുന്നത്രയും ക്രൂരമായ ഇത്തരം ത്യാഗങ്ങളോട് എനിക്ക് മതിപ്പില്ല. അജയൻ്റെ വാക്കുകൾ രത്നമേഖലയെ ചിരിപ്പിച്ചു. എനിക്കുമില്ല. പക്ഷേ 18 20 വയസ്സിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ രോമാഞ്ചമുണ്ടാകുമായിരുന്നു. സമയമായെന്ന് പറയാൻ വാർഡൻ അടുത്തേക്കെത്തി. അജയൻ ഒരിക്കൽ കൂടി വക്കീലിൻ്റെ കാര്യത്തിൽ ഉറപ്പ് കൊടുത്തു. പുറത്തിറങ്ങിയാൽ സ്വന്തം വഴികൾ സ്വയം കണ്ടെത്തുമെന്ന് രത്നമേഖലയും. എന്നെങ്കിലും വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷ പങ്കിട്ട് അജയൻ തിരിച്ചുപോയി. ഇന്ന് രാവിലെ വക്കീൽ വരികയും അവൾക്ക് ആവശ്യമുള്ള നിയമോപദേശങ്ങൾ നൽകുകയും ചെയ്തു. ജാമ്യത്തിനുള്ള കാര്യങ്ങൾ അയാൾ നോക്കിക്കൊള്ളും. അതിനും ശേഷമാണ് വിപിനൻ വന്നത്. അളന്നും മുറിച്ചുമുള്ള ആലോചനകൾക്കു ശേഷം രത്നമേഖലയെ തിരിച്ചെടുക്കണമെന്ന് തീരുമാനിക്കാൻ അയാൾ ഇത്രയും സമയമെടുത്തു. അയാൾക്കൊപ്പം ഇനിയൊന്നുമില്ലെന്ന് തീരുമാനിക്കാൻ 10 വർഷങ്ങൾ രത്നമേഖല എടുത്തതോർത്തപ്പോൾ അത് ചെറിയ കാലയളവാണ്. മുറിക്കുള്ളിൽ ഉച്ച ചായുന്നത് നോക്കിയിരിക്കുമ്പോൾ രത്നമേഖലയ്ക്ക് താൻ ജീവിച്ചിരുന്ന ക്വാർട്ടേഴ്സ് ഓർമ്മ വന്നു. അതിൻ്റെ വരാന്തയിലെ മരയഴികളിലൂടെ അപൂർവമായി മാത്രം തുറക്കുന്ന ചെറിയ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നിരുന്നതോർത്തപ്പോൾ അവൾക്ക് പരിമളത്തെയും ഓർമ്മ വന്നു. പരിമളം ഇപ്പോഴും അവിടെ ഉണ്ടാകുമോ? ജ്ഞാനശേഖർ തിരിച്ചു വന്നിരിക്കുമോ എന്നെല്ലാം ആലോചിച്ചപ്പോൾ സങ്കടവും തോന്നി. ഇവിടെ നിന്നിറങ്ങിയാൽ ഒരിക്കൽ അങ്ങോട്ട് പോകേണ്ടി വരും. തൻ്റെ വസ്ത്രങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ അതൊക്കെ അവിടെയുണ്ട്. വിപിനോട് പറഞ്ഞ് അതൊക്കെ എടുക്കണം. അയാളതൊന്നും തരില്ലെന്ന് പറഞ്ഞാൽ മിണ്ടാതെ തിരിച്ചു പോരാൻ തനിക്ക് നിർവാഹമില്ല. വാങ്ങിച്ചെടുത്തേ മതിയാവൂ. അന്ന് പരിമളത്തെയും കാണണം. തനിക്കും വിനോദിനിക്കും വേണ്ടി അവൾ ചെയ്തതിന് ഇനി യഥാർത്ഥത്തിൽ അവളുടെ ഭ്രമമായിരുന്നു അതെങ്കിൽ കൂടി നന്ദി പറയണം. പൂക്കാലം കാത്തിരുന്നു. ഒടുവിൽ അതെത്തിയപ്പോൾ ഉറങ്ങിപ്പോയ പൂമ്പാറ്റയെപ്പറ്റി രത്നമേഖല വായിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ ഉറങ്ങിപ്പോകുന്ന പൂമ്പാറ്റയാവരുതെന്ന് സ്വയം അവൾക്ക് നിശ്ചയമുണ്ട്. പരിമളത്തോടും അത് പറയണം. ചുവര് ചാരിയിരിക്കുമ്പോൾ അഴികൾക്ക് പുറത്ത് രത്നമേഖല ഒരു പൂന്തോപ്പ് തന്നെ കണ്ടു. ഇത്ര നേരവും അതവിടെ ഇല്ലായിരുന്നല്ലോ എന്നതിൽ അവൾക്ക് അതിശയമൊന്നും തോന്നിയില്ല. അതുവരെ ഇല്ലാത്ത സുഗന്ധങ്ങളും വർണ്ണങ്ങളും വസന്തകാലത്ത് പെട്ടെന്ന് പൊട്ടിവിടരുന്നത് പോലെ അത് ഇപ്പോഴവിടെയുണ്ട് എന്നത് മാത്രമാണ് യാഥാർത്ഥ്യം. അവളുടെ മനസ്സ് ആനന്ദത്താൽ കുളിർന്നു. ശരീരവും ആ കുളിരിൽ സുഖകരമായി വിറയാർന്നു. അവൾക്കു വേണ്ടിയും തനിക്ക് വേണ്ടിയും പണ്ടൊരിക്കൽ മേരി പ്രീത ചൊല്ലിയ കവിതയിലെ വരികൾ രത്നമേഖല മധുരമായി മൂളി.
ചെറിമരം വെട്ടിപ്പിളർന്നാൽ പൂക്കളെവിടെ? വസന്തമെത്തുമ്പോൾ പക്ഷേ പൂക്കളാണെങ്ങും. ശുഭം.